Atanasio Nalla Pala Mohichidum Najasangam Darsanamadinam Vadvinnum Modichidum Najasangam Darsanamadinum Vadvinnum Odu Nostotram Isannangekya Tavamohanana Malmo Dikunno Arkunangal Uchasaratil Vadatabu Atanasio Prabhikete Favugangal Arkunangal Uchasaratil Vadatabu Chrysostamos Prabhikete കല്ലൂപ്പാറ ഓർത്തഡോക്സ് സിറിയൻ കൺവെൻഷന്റെ 70ാമത് വർഷത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ നമ്മെ വഴിനടത്തിയ സർവശക്തനായ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാം. പ്രകൃതിയുടെ മടിത്തട്ടിൽ മണിമലയാറിന്റെ സുന്ദര തീരത്ത് നമ്മുടെ പിതാക്കന്മാരെ പോലെ തിരുവചന ധ്യാനത്തിനായി നാം വീണ്ടും കൂടി വന്നിരിക്കുന്നു. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടാകാശത്തിലെ പോലെ ഭൂമി. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാര്യം ക്ഷമിച്ചു, ഞങ്ങളുടെ മുമ്പാകുകളോട് ക്ഷമിക്കും. കൃഷ്ണരേഖകളെ പ്രോത്സാഹിക്കരുത്, പിന്നെയോ അതിൽമോട്ട് പോലെ രാജ്യവും ശക്തിയും കൃപ പറഞ്ഞു പറയുമേ. നിനക്ക് സമാധാനം വാഴ്ത്തോടോട് നീ ആകുന്നു എന്നെ പറ്റുപരമായി ശ്രമിച്ചാൽ. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. വിശുദ്ധ വേദപുസ്തക വായനയ്ക്കായി ലയ മറിയം എബ്രഹാമിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ, ആശ്വസിപ്പിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. യെരൂശലേമിനോട് ആദരവോടെ സംസാരിച്ചു. അവളുടെ യുദ്ധസേവ കഴിഞ്ഞും അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടും അവൾ തന്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചുമിരിക്കുന്നു എന്ന് അവളോട് വിളിച്ചു പറയുവീൻ. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവീൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരേണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരേണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. കേട്ടോ, വിളിച്ചു പറയുക എന്ന് ഒരുത്തൻ പറയുന്നു. എന്ത് വിളിച്ചു പറയേണ്ടു എന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. അതെ, ജനം പുല്ല് തന്നെ. പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. സുവാർത്ത ദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക.
സുവാർത്ത ദൂതിയായ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. യഹൂദ നഗരങ്ങളോട്, ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറക. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. അവന്റെ ഭുജം അവനു വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. ഒരു വിടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. ബാറയ്ക്കുമോർ. നമ്മുടെ കൺവെൻഷനെ വഴി നടത്തിയ പൂർവ്വ പിതാക്കന്മാരെ നമുക്ക് ഓർക്കാം. അനുശോചന പ്രമേയം അവതരിപ്പിക്കുവാനായി കല്ലൂപ്പാറ കൺവെൻഷന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ റവറൻ ഫാദർ നൈനാൻ വർഗീസിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അനുശോചന പ്രമേയം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നിരണം ഭദ്രാസന മെത്രാപ്പൊലീത്തായായി 3 പതിറ്റാണ്ട് സ്തുത്യർഹ സേവനം നടത്തുകയും സഭയുടെ മിഷൻ രംഗത്തെ അതിശക്തമായ മുന്നേറ്റം രൂപപ്പെടുത്തുകയും നാനാജാതി മതസ്ഥരാൽ ആകർഷിക്കപ്പെടുന്ന പ്രവർത്തന ശൈലികൾ നടപ്പിലാക്കുകയും തിരുവചന ശുശ്രൂഷയിലൂടെയും നേതൃത്വത്തിലൂടെയും കല്ലൂപ്പാറ ഓർത്തഡോക്സ് സിറിയൻ കൺവെൻഷനെ ധന്യമാക്കുകയും ദീർഘകാലം വൈദിക സെമിനാരി അധ്യാപകനായി പ്രവർത്തിക്കുകയും സഭാരത്നം എന്ന പേരിൽ പരിശുദ്ധ സഭ ആദരിക്കുകയും ചെയ്ത ഭാഗ്യസ്മരണാർഹനായ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയെ കല്ലൂപ്പാറ ഓർത്തഡോക്സ് സിറിയൻ കൺവെൻഷനെ ഒരു നാളും മറക്കുവാൻ കഴിയുന്നതല്ല. മാവേലിക്കര ഭദ്രാസന മെത്രാപ്പൊലീത്തായായിരുന്ന അഭിവന്യ പൗലോസ് മാർ പക്കോമിയസ് തിരുമേനി ഒരു ശ്രേഷ്ഠനായ ധ്യാന ഗുരുവും കൂടെയായിരുന്നു. വീണ്ടും അമേരിക്ക ഭദ്രാസന മെത്രാപ്പൊലീത്തായായിരുന്ന അഭിവന്യ മാത്യൂസ് മാർ ബർണബാസ് തിരുമേനി വൈദിക സെമിനാരി അധ്യാപകനായും സ്തുത്യർഹമായ സേവനം ചെയ്തു. ഈ 3 പിതാക്കന്മാരുടെയും വേർപാടിൽ കല്ലൂപ്പാറ ഓർത്തഡോക്സ് സിറിയൻ കൺവെൻഷന്റെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ആ പിതാക്കന്മാരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നു. കൂടാതെ ദീർഘകാലം ഈ കൺവെൻഷനിൽ കുട്ടികളുടെ ക്ലാസ് നയിച്ച മൽപ്പാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ചെങ്ങന്നൂർ കാവങ്കൽ കെ മത്തായിയുടെ ദേഹവിയോഗത്തിലും കൺവെൻഷന്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു. അവതാരകൻ ഫാദർ നൈനാൻ വർഗീസ്, അനുവാദകൻ റെഞ്ചി ജോർജ്. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞ എല്ലാവർക്കും ഇരിക്കാം. ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുവാൻ തക്കവണ്ണം കല്ലൂപ്പാറ കൺവെൻഷന്റെ പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട ചെറിയ ജോൺ അച്ഛനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വിശുദ്ധീകരിക്കപ്പെടട്ടെ. അഭിവന്ദ്യരായ പിതാക്കന്മാരെയും വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, മുഖ്യ സന്ദേശം നൽകുന്ന പ്രൊഫസർ മേരി മാത്യു, കല്ലൂപ്പാറ കൺവെൻഷന്റെ പരിധിയിൽപ്പെടുന്ന ദേവാലയങ്ങളിലെ ഒപ്പം തന്നെ ഈ അനുഗ്രഹീതമായിരിക്കുന്ന കൺവെൻഷന്റെ പ്രാരംഭ ദിവസത്തിൽ പങ്കെടുക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ കൺവെൻഷന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളെ ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ദൈവത്തിന്റെ ധാരാളമായ കരുണ മുഖാന്തരം 69 വർഷം പൂർത്തീകരിച്ച് 70ാമത്തെ വർഷത്തിലേക്ക് ഈ കൺവെൻഷൻ എത്തുവാൻ തക്കവണ്ണം പ്രാർത്ഥന കൊണ്ടും അധ്വാനം കൊണ്ടും പരിശ്രമം കൊണ്ടും വേണ്ടുന്ന എല്ലാ വിധമായ പിന്തുണയും പ്രോത്സാഹനവും നൽകി ഇതിനെ അനുഗ്രഹിച്ച എല്ലാ പിതാക്കന്മാരെയും നന്ദിയോടെ ദൈവസന്നിധിയിൽ സ്മരിക്കുകയും ഒപ്പം തന്നെ നമുക്ക് ഒരിക്കലും വിസ്മരിപ്പാൻ സാധ്യമല്ലാത്ത വലിയ തിരുമേനി ഇവിടെ ശാരീരികമായിട്ട് സാന്നിധ്യം പിതാവിൻ്റെ ഉണ്ടെങ്കിൽ തന്നെയും അഭിവന്യ വലിയ തിരുമേനി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ തൻ്റെ ആത്മാവിൽ ഇരുന്നുകൊണ്ട് ഈ അനുഗ്രഹീതമായ ഈ മംഗള സമ്മേളനം അദ്ദേഹം ദർശിക്കുന്നതും നമ്മെ അനുഗ്രഹിക്കുന്ന നമുക്ക് നന്ദിയോടെ ഓർക്കാം.
70ാമത്തെ കല്ലുപ്പാറ സിറിയൻ കൺവെൻഷൻ ഇന്ന് ദൈവത്തിൻ്റെ കരുണ മുഖാന്തരം തുടങ്ങുകയും ആരംഭം കുറിക്കുകയും ഈ അനുഗ്രഹീതമായിരിക്കുന്ന സമ്മേളനത്തിന് അധ്യക്ഷം പദം വഹിക്കുന്നത് നിരണം ഭദ്രാസനത്തിൻ്റെ ഇടയശ്രേഷ്ഠനായ അഭിവന്ദ്യ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമനസ്സുകൊണ്ട്. അഭിവന്ദ്യ തിരുമനസ്സിന് കടുത്തതായിരിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ട്, കടുത്ത പനി ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ തന്നെയും തിരുവല്ല സെൻട്രൽ കൺവെൻഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും അതുമാത്രമല്ല ഭാരിച്ച ചുമതലകളും ഭാരിച്ച ഉത്തരവാദിത്തങ്ങളും ചെയ്തു തീർക്കുന്നതായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തിരുമനസ്സിൻ്റെ ശാരീരിക അസ്വാസ്ഥ്യം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നേരത്തെ തന്നെ ഇവിടെ എത്തുകയും ഈ കൺവെൻഷൻ്റെ ഒരു അനുബന്ധ സ്ഥാപനമായ റിട്രീറ്റ് സെൻ്ററിൻ്റെ ശില ആശീർവദിച്ച് അത് ഇടുകയും ഒപ്പം തന്നെ ഇന്ന് ഇതിൽ സംബന്ധിച്ച് അനുഗ്രഹീതമായിരിക്കുന്ന അധ്യക്ഷ സന്ദേശം നമുക്ക് നൽകുകയും ചെയ്യുകയും വലിയ തിരുമേനിയുടെ ആത്മാവ് വാസ്തവത്തിൽ കൊച്ചു തിരുമേനിയിൽ ഉണ്ടെന്നുള്ള പറയുന്നതിൽ വളരെ സന്തോഷകരമാണ്. തിരുമേനിയുടെ ഏറ്റവും അനുഗ്രഹീത, ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യനായിട്ടും ഒരു അനുഗ്രഹീത സന്താനമായിട്ടും തിരുമേനി തൻ്റെ പ്രവർത്തന സരണി മലങ്കര സഭയിൽ തുടങ്ങി വെച്ചതാണ്. വലിയ തിരുമേനി തുടങ്ങി വെച്ചതെല്ലാം യാതൊരു വിഘ്നം കൂടാതെ അതിന്നും തുറന്നു കൊണ്ടുപോകുവാൻ കൊച്ചു തിരുമേനിയെ സഹായിക്കുന്നതും അതിന് ഊർജം പകരുന്നതും ദൈവത്തിൻ്റെ ധാരാളമായ കരുത്തു മാത്രമാണ്. മലങ്കര സഭയിലെ മിഷൻ പ്രസ്ഥാനങ്ങളുടെ അതിൻ്റെ അധ്യക്ഷൻ, ഒപ്പം തന്നെ മലങ്കര സഭയുടെ സാമ്പത്തിക കാര്യാലയത്തിൻ്റെ അതിൻ്റെ അധ്യക്ഷൻ, അങ്ങനെ ധാരാളം ചുമതലകൾ, നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ചുമതല, ഇതൊക്കെ വളരെ ഭംഗിയായിട്ടും നന്നായിട്ടും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അഭിമന്യ തിരുമനസ്സ് ഇന്ന് ഈ വേദിയിൽ നമുക്ക് അനുഗ്രഹീതമായ സാന്നിധ്യം കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കൊണ്ടും നമ്മെ അനുഗ്രഹിക്കുന്നത് പുണ്യമായിട്ട് തോന്നുകയും അപ്പോൾ തിരുമനസ്സ് ഈ അനുഗ്രഹീതമായിരിക്കുന്ന വേദിയിലെത്തി അതിൻ്റെ അധ്യക്ഷൻ പ്രസംഗം നൽകി നമ്മെ ആശീർവദിക്കുന്ന അഭിവന്ദ്യ പിതാവിനെ വളരെ സന്തോഷപുരസ്സരം വിനയപുരസ്സരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ അനുഗ്രഹീതമായിരിക്കുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മലങ്കര സഭയിലെ സീനിയർ മെത്രാപ്പോലീത്തായും ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനുമായ അഭിവന്ദ്യ തോമസ് മാർ അത്താനോസിസ് പിതാവാണ്. ഈ പിതാവിൻ്റെ സാന്നിധ്യം ഇന്നിവിടെ വരുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ വരെ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ തന്നെയും അഭിവന്ദ്യ തിരുമനസ്സിൻ്റെ പിതൃ സഹോദരൻ ദിവംഗതനും ഭാഗ്യസ്മരണാർഹനുമായ പുത്തങ്കാവിൽ ഗീവർഗീസ് മാർ പീൽസിനോസ് തിരുമനസ്സുകൊണ്ട് ഈ കൺവെൻഷൻ്റെ മിക്ക വേദികളിലും ഇവിടെ എത്തുകയും ഇതിൻ്റെ എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹത്തിനും നന്മയ്ക്കും വേണ്ടി തൻ്റെ സാന്നിധ്യം കൊണ്ടും തൻ്റെ പ്രസംഗം കൊണ്ടും തൻ്റെ ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന മധുരമയുള്ള ഗാനം കൊണ്ടും ഈ കൺവെൻഷൻ പന്തലിനെ അനുഗ്രഹിച്ച ഒരു വന്യപിതാവിൻ്റെ സഹോദരപുത്രനാണ് അഭിവന്ദ്യ അത്താനോസ് തിരുമനസ്സുകൊണ്ട്. മലങ്കര സഭയുടെ ഒരു ശക്തമായിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരു ധീര പോരാളിയായിട്ടും പുത്തങ്കാവ് തിരുമേനി വലിയ തിരുമേനി പറ്റി പറയുമ്പോൾ അത് തന്നെയാണ് മലങ്കര സഭയിൽ കാതോലിക്കർ നിധി അതിൻ്റെ ഉദ്ഘാടന വാസ്തവത്തിൽ ഒരു തിരുമേനിയെ നിർവഹിച്ചത്. ആ വലിയ ചുവട് പിടിച്ച് ഈ പിതാവും മലങ്കര സഭയ്ക്ക് വേണ്ടി തൻ്റെ അധ്വാനം പൂർണ്ണമായിട്ട് കൊടുക്കുവാനും മലങ്കര സഭയുടെ ഔന്നത്യത്തിനു വേണ്ടി എന്ത് ത്യാഗം സഹിച്ചും അതിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കാനും തിരുമനസ്സ് കാണിക്കുന്നതായിരിക്കുന്ന ആർജവവും ധൈര്യവും അതൊരിക്കലും മറക്കുവാനായിട്ട് പറ്റുകയില്ല. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനകദോസിൻ്റെ സെക്രട്ടറി ആയിട്ടും മലങ്കര സഭയുടെ സാമ്പത്തിക കാര്യാലയത്തിൻ്റെ അതിൻ്റെ പ്രധാന അധ്യക്ഷനായിട്ടും അതുപോലെ തന്നെ മലങ്കര സഭയുടെ കോർപ്പറേറ്റ് സ്കൂളുകളുടെ മാനേജറായിട്ടും ഒക്കെ പല സരണികളിൽ അഭിവന്ദ്യ തിരുമനസ്സുകൊണ്ട് വളരെ സുത്യർഹമായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രായത്തിന് ചില ബുദ്ധിമുട്ടുകൾ തിരുമനസ്സിനെ ഇപ്പോൾ വിഷമിപ്പിക്കുന്നെങ്കിൽ തന്നെയും അതിലൊന്നും യാതൊരു വിധമായിരിക്കുന്ന പ്രയാസം തന്നെ മെത്രാസന ഭരണത്തിൽ ഒന്നും വരുത്താതെ വളരെ ചുറിയുറുക്കോടും ഉത്സാഹത്തോടും തിരുമനസ്സുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും പങ്കുചേർന്ന് നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അപ്പോൾ തിരുമനസ്സുകൊണ്ട് അവിടെ നേരത്തെ തന്നെ എത്തുകയും ഇന്ന് ഇവിടെ എത്തി ഈ 70ാമത്തെ ഈ കൺവെൻഷൻ്റെ ഉദ്ഘാടന കർമ്മം അപ്പോൾ തിരുമനസ്സുകൊണ്ട് നിർവഹിക്കുക. വളരെ ആദരവോടും വിനയത്തോടും ഭക്തിയോടും കൂടെ വന്ധ്യപിതാവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്ന് ഈ കൺവെൻഷൻ്റെ ജീവൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഈ പരിപാടിയിൽ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളാണ്. ആദ്യം മുതൽ തന്നെ ഈ കൺവെൻഷൻ്റെ പ്രാരംഭ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട ദേവാലയങ്ങളെ, കുട്ടികളെ, അവർക്ക് വാസ്തവത്തിൽ ഒരു മിഷൻ സ്പിരിറ്റ് ഉണ്ടാക്കുന്ന ഒരു വലിയ ഒരു വേദിയായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാനായിട്ട് സാധിക്കും. ചെറുപ്പം മുതലേ സഭയ്ക്ക് വേണ്ടി
ജീവൻ കൊടുക്കുവാനും സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒരുക്കപ്പെടുന്ന ഒരു നല്ല വേദിയാണ് വാസ്തവത്തിൽ ഈ ഒരു കുട്ടികളുടെ റാലി മറ്റുള്ളവരുടെ കൂടി വരുമെന്ന് പറയണത്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് വേണ്ടിയും ഒരു അനുഗ്രഹീതമായിരിക്കുന്ന സന്ദേശം നമുക്ക് നൽകുന്നത് ബസേലിയസ് കോളേജിലെ മുൻ അധ്യാപികയും ഇപ്പോൾ മലങ്കര സഭയുടെ മർത്തമറിയൻ സമാജത്തിന്റെ ജനറൽ സെക്രട്ടറിയുമായിട്ട് സേവനം ചെയ്യുന്ന പ്രൊഫസർ മേരി മാത്യു, ചേപ്പാട് സ്വദേശിനിയാണ്, കുഴിമറ്റത്ത് വിവാഹം ചെയ്തിരിക്കുന്നത്. ദൈവവചനത്തിന്റെ വ്യാഖ്യാനത്തിലും ഒപ്പം തന്നെ മർത്തമറിയൻ സമാജത്തിന്റെ എല്ലാ വളർച്ചയ്ക്കും സ്ത്രീകളുടേതായിരിക്കുന്ന ഏകീകരണത്തിനും അവരുടെ ബോധനത്തിനുമായിട്ട് ഈ മാന്യ മഹതി കാണിക്കുന്നതായിരിക്കുന്ന ഏറ്റവും ശുഷ്കാന്തിയുള്ള സേവനം വളരെ വിലമതിക്കപ്പെട്ടതാണ്. അതുമാത്രമല്ല, നന്നായിട്ട് എഴുതുവാൻ ശേഷിയുള്ള ആധുനിക കാലഘട്ടത്തിൽ കാണുന്നതായിരിക്കുന്ന വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് യാതൊരു വിധമായിരിക്കുന്ന മടി കൂടാതെ അത് എഴുതുവാനായിട്ട് വളരെ ധൈര്യം കാട്ടുന്ന ഒരു ധീര വനിതയാണ് പ്രൊഫസർ മേരി മാത്യു. പല എഴുത്തുകളും വായിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കാലത്തിന്റെ എഴുത്തുകളെ, ചുവരെഴുത്തുകളെ നന്നായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനത്തിന്റെ ഹൃദയത്തിൽ, ജനമനസ്സിൽ കർത്താവിന്റെ സാന്നിധ്യം, മനസ്സാക്ഷി ഉണർത്തുന്ന നല്ല ചിന്തകൾ നൽകുന്ന പ്രൊഫസർ മേരി മാത്യു നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും പ്രത്യേകിച്ചും കുട്ടികൾക്ക് വേണ്ടി ഒരു മുഖ്യ സന്ദേശം നൽകുന്നു. വളരെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ മെത്രാസനത്തിന്റെ ജനറൽ സെക്രട്ടറി വന്ദിനായ അലക്സാണ്ടർ എബ്രഹാച്ചൻ, അദ്ദേഹം വന്നു ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വന്ദിയാച്ചനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ ജനറൽ സെക്രട്ടറി വന്ദിനായ ജോൺ ചാക്കോച്ചൻ, ഇതിന്റെ വൈസ് പ്രസിഡന്റ് വന്ദിനായ നൈനാൻ വർഗീസ് അച്ഛൻ, ഇതിന്റെ ട്രഷറർ സിമൻ റെഞ്ചി ജോർജ്, അതുപോലെ തന്നെ ഈ കൺവെൻഷന്റെ പരിധിയിൽപ്പെടുന്ന എല്ലാ ദേവാലയങ്ങളിലെയും ഏറ്റവും ബഹുമാന്യരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, ഒപ്പം തന്നെ ഈ കൺവെൻഷന്റെ വിജയത്തിനു വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന അതിന്റെ പ്രവർത്തകർ, വിവിധ കമ്മിറ്റികളിലെ അതിന്റെ ചെയർമാൻമാരും അതിന്റെ ഓരോ പ്രവർത്തകരും, ഈ അനുഗ്രഹീതമായിരിക്കുന്ന പ്രാരംഭ ദിവസം ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന മാതാപിതാക്കള്, സഹോദരി സഹോദരങ്ങള്, ഈ നാട്ടുകാര്, ഈ ദേശക്കാര്, ഒപ്പം പ്രിയ കുഞ്ഞുങ്ങളെയും ഏതെങ്കിലും തരത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരെയും പേരെടുത്തു പറയുന്നില്ലെങ്കിൽ തന്നെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. വന്ധ്യപിതാക്കന്മാരുടെ അനുഗ്രഹീതമായ നേതൃത്വമാണ് ഈ സഭയുടെ ശ്രേഷ്ഠത. അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുവാനായി നമ്മുടെ ഇടവക മെത്രാപ്പോലീത്തായും കല്ലുപ്പാറ ഓർത്തഡോക്സ് സിറിയൻ കൺവെൻഷന്റെ രക്ഷാധികാരിയുമായ അഭിവന്ദ്യ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസ്റ്റോസ്റ്റമോസ് തിരുമേനിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവതിരുനാമം മഹത്വീകരിക്കപ്പെടട്ടെ. എൻ്റെ ശബ്ദത്തിൻ്റെ പ്രയാസം നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ കരുതുന്നു. ഈ സമ്മേളനത്തിൽ വരാതിരിക്കുന്നത് കൃത്യവിലോപം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ വന്നു ചേർന്നതാണ്. അഭിനന്ദനായ തിരുമേനി സമയത്ത് തന്നെ എത്തി. മേരി ടീച്ചറുണ്ട്, ഇത്രയും കുഞ്ഞുങ്ങൾ വന്നു, മാതാപിതാക്കളുണ്ട്. ഇന്നു മുതൽ ഞായറാഴ്ച വരെ നടക്കുന്ന എല്ലാ യോഗങ്ങളും മുടങ്ങാതെ എല്ലാവരും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വന്ന് സംബന്ധിച്ച് പ്രാർത്ഥനയോടുകൂടി ഇതിൽ പങ്കാളികളായി ഇത് വിജയിപ്പിക്കണം എന്നോർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഇനി നമുക്ക് ഒരു മനോഹരമായ ഗീതം ശ്രവിക്കാം. അടുത്തതായി നിവിത ലൂസി ഇബ്രഹാം ഒരു പാട്ട് പാടുന്നു. നിന്നെ കാണാൻ, നിൻ പാദങ്ങൾ പുൽകാൻ, നിൻ കൃപയിൽ ആഴമറിയാൻ. നാദാ നിന്നെ കാണാൻ, നിൻ പാദങ്ങൾ പുൽകാൻ, നിൻ കൃപയിൽ ആഴമറിയാൻ. നിഷ്ഫലമാം ജീവിതങ്ങളെല്ലാം നിസ്തുലമായി പൂവണിഞ്ഞിടാം. നിഷ്ഫലമാം ജീവനിൽ ദ്രവ്യമായി പെയ്തിറങ്ങി നിസ്തുലമായി പൂവണിഞ്ഞിടാം. നാദാ നിന്നെ കാണാൻ, നിൻ പാദങ്ങൾ പുൽകാൻ, നിൻ കൃപയിൽ ആഴമറിയാൻ. കൈവിടല്ലേ നാദാ, കൈവിടല്ലേ ദേവാ, പ്രാണന്റെ പ്രാണനേശുവേ. കൈവിടല്ലേ നാദാ, കൈവിടല്ലേ ദേവാ,
ഭയം. നാഥാ നിന്നെ കാണാൻ, നിൻ പാദങ്ങൾ പുൽകാൻ, നിൻ കൃപയിൽ ആഴമറിയാൻ. നാഥാ നിന്നെ കാണാൻ, നിൻ പാദങ്ങൾ പുൽകാൻ, നിൻ കൃപയിൽ ആഴമറിയാൻ. കൈകൾ തളരുമ്പോൾ, കാൽകളിടറുമ്പോൾ, ഏകാന്തകാന്തരാകുമ്പോൾ. കൈകൾ തളരുമ്പോൾ, കാൽകളിടറുമ്പോൾ, ഏകാന്തകാന്തരാകുമ്പോൾ. നിൻ സാന്നിധ്യത്താൽ ഞങ്ങളുടെ നാവിൽ നിന്നറിവാലെ ഞങ്ങൾ ലക്ഷ്യം നേടിടാം. നിൻ സാന്നിധ്യത്താൽ ഞങ്ങളുടെ നാവിൽ നിന്നറിവാലെ ഞങ്ങൾ ലക്ഷ്യം നേടിടാം. നാഥാ നിന്നെ കാണാൻ, നിൻ പാദങ്ങൾ പുൽകാൻ, നിൻ കൃപയിൽ ആഴമറിയാൻ. നാഥാ നിന്നെ കാണാൻ, നിൻ പാദങ്ങൾ പുൽകാൻ, നിൻ കൃപയിൽ ആഴമറിയാൻ. നിഷ്ഫലമാം ജീവിതങ്ങളെല്ലാം നിസ്തുലമായി പൂവണിഞ്ഞിടാം. നിഷ്ഫലമാം ജീവനിൽ ദിവ്യമായി പെയ്തിറങ്ങി നിസ്തുലമായി പൂവണിഞ്ഞിടാം. താങ്ക് യു നിവിത. കല്ലുപ്പാറ ഓർത്തഡോക്സ് സിറിയൻ കൺവെൻഷന്റെ സപ്തതി സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ചെങ്ങന്നൂർ ഭദ്രാസനാധിപനും സീനിയർ മെത്രാപ്പോലിത്തയുമായ അഭിവന്ദ്യ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയാണ്. ഈ അനുഗ്രഹീത കർമ്മം നിർവഹിക്കുവാനായി തിരുമനസിനെ ആദരപൂർവ്വം ക്ഷണിച്ചു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും നെരണം ഭദ്രാസന അധിപനുമായിരിക്കുന്ന അഭിവന്ദ്യനായ യൂഹാനോൻ മോർ ക്രിസ്തോസ് മാർ തിരുമേനി, വേദിയിലും സദസ്സിലും ഉപേക്ഷിച്ചിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുഖ്യ സന്ദേശം നൽകുന്നതിന് കടന്നു വന്നിരിക്കുന്ന പ്രൊഫസർ മേരി മാത്യു, അധ്യക്ഷവേദിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, സ്വാഗതപ്രസംഗൻ ഓർപ്പിച്ചതുപോലെ 70 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്തുള്ള കുറേ യുവജനങ്ങൾ, അതിലൊരാൾ പെരിയലത്ത് P.A. ഫിലിപ്പോസ് ആയിരുന്നു എന്നെനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാരേട്ട് M.M. മത്തായി തുടങ്ങിയ ആളുകൾ എൻ്റെ പിതൃ സഹോദരനായ പുത്തങ്കിയാൾ തിരുമേനിയെ കാണുകയും ഒരു കൺവെൻഷനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തു. തിരുമനസ്സുകൊണ്ടായിരുന്നു ഈ കല്ലൂപ്പാറ കൺവെൻഷൻ ആദ്യമായിട്ട് പ്രസംഗിച്ച് ആരംഭം തുടക്കിയത് എന്നുള്ളത് എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. P.A. ഫിലിപ്പോസ് തന്നെ ബറോഡയിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഭവനത്തിൽ വന്ന് താമസിക്കുന്ന അവസരത്തിൽ ഒരു ദിവസം മുഴുവൻ എൻ്റെ സ്കൂളിൽ വന്നിരുന്ന് ഞങ്ങൾ പല കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. ആ അവസരത്തിൽ അദ്ദേഹം നൽകിയതായിട്ടുള്ള ഒരു അറിവാണ് ഇത് ഞാൻ ഓർപ്പിക്കട്ടെ. 70 വർഷങ്ങൾക്ക് ശേഷം സപ്തതി ആഘോഷിക്കുന്ന അവസരത്തിൽ ആ തിരുമേനിയുടെ സഹോദരൻ്റെ മകനായിരിക്കുന്ന മറ്റൊരു തിരുമേനി ഈ കൺവെൻഷൻ വേദിയിൽ കടന്നു വരുന്നത് ദൈവ ഇഷ്ടമാണ്, ദൈവ നിയോഗമാണ് എന്നെനിക്ക് തോന്നിപ്പോകുന്നു. അതിലെന്നെ ക്ഷണിച്ചതിലുള്ള നന്ദി അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, എന്നിരുന്നാലും അതൊരു അങ്ങനെ നടന്നുപോയി എന്നുള്ളതാണ് കാര്യം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പൗരാണിക കൺവെൻഷനുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ കല്ലൂപ്പാറ കൺവെൻഷൻ 70 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഈ അസുലഭ നിമിഷത്തിൽ
ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിനിടയാക്കിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വലിയ നോയമ്പിൻ്റെ ഒരുക്കനാളുകൾ ഭക്തിസാന്ദ്രമാകുവാൻ ഈ കൺവെൻഷൻ ദിനങ്ങൾ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. വിശ്വാസികൾക്ക് ആരാധനയുടെ മഹത്വം വിവേചിച്ച് നൽകുവാനും വേദപുസ്തക അധിഷ്ഠിതമായ സഭാവിശ്വാസ ദർശനങ്ങൾ പഠിക്കുവാനും പഠിപ്പിക്കുവാനും കൗദാശിക ജീവിതാനുഭവത്തിൻ്റെ അനിവാര്യത ഓർമ്മിപ്പിക്കുവാനും സഭയുടെ പൈതൃകങ്ങളെ പറ്റിയുള്ള അറിവിൽ ശക്തീകരിക്കുവാനും ഉള്ള ധർമ്മമാണ് സഭയിൽ കൺവെൻഷൻ വേദികൾ നിർവഹിക്കേണ്ടത്. ആരാധനാ സമൂഹമായി മാറേണ്ട വിശ്വാസികൾ വെറും ആൾക്കൂട്ടമായി മാത്രം മാറ്റപ്പെടുന്ന പ്രവണതകൾ നമുക്ക് ചുറ്റും ശക്തി ആർജിക്കുന്നുണ്ട്. കൺവെൻഷൻ യോഗങ്ങൾ എന്നാൽ തടിച്ചുകൂടുന്ന ആളുകളുടെ എണ്ണവും അതിന് ലഭിക്കുന്ന പ്രചാരവുമാണ് എന്ന തെറ്റിദ്ധാരണ പരക്കെ പ്രബലവുമാണ്. ഇവിടെ കൺവെൻഷൻ യോഗങ്ങൾക്ക് അവരുടെ സ്ഥാപന നിയോഗം പൂർത്തീകരിക്കുവാൻ കഴിയാതെ പോകുന്നു. പരിശുദ്ധ സഭയുടെ കൺവെൻഷൻ വേദികളിൽ മുഴങ്ങിക്കേൾക്കേണ്ടത് വ്യക്തിയുടെ കഴിവോ മാഹാത്മ്യമല്ല, മറിച്ച് ക്രിസ്തു തൻ്റെ മണവാട്ടിയായി സഭയിലൂടെ ലോകത്തിൽ ഇടപെടുന്നുവെന്ന അനിവാര്യ സത്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ മുഴങ്ങിക്കേൾക്കേണ്ടത്. യേശുക്രിസ്തുവിൻ്റെ ദിവ്യമൊഴികൾ കേൾക്കുവാനും ദിവ്യവഴികൾ തിരിച്ചറിയുവാനും 3 ദിനം തടിച്ചുകൂടിയ ജനം ആഹാരപാനീയങ്ങളെ വെടിഞ്ഞ് ആത്മശരീര മനസ്സുകളുടെ ശക്തീകരണം പ്രാപിച്ചതുപോലെ നമുക്കും ആത്മാവിൽ ബലപ്പെടുവാൻ വചനവേദികൾ മുഖാന്തരമാകണം. യഥാർത്ഥമായ ദൈവവചന കേൾവി നമുക്ക് നൽകുന്നത് മനസ്സിൻ്റെ സംതൃപ്തിയാണ്. ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുവാൻ തടിച്ചുകൂടിയ ജനം വചനം കേട്ടതിന് ശേഷം ഭക്ഷിച്ച് തൃപ്തരായി മടങ്ങിപ്പോയതുപോലെ നിറഞ്ഞ മനസ്സോടും ഉറച്ച തീരുമാനത്തോടും കൂടെ ഇവിടെ നിന്ന് മടങ്ങുവാൻ നിങ്ങൾക്കേവർക്കും കഴിയുമ്പോൾ മാത്രമാണ് ഈ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകുന്നത്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ പ്രധാന നിയോഗമായ സമാധാന ആശംസ കൈമാറുന്ന ഇടങ്ങളായി നമ്മുടെ കൺവെൻഷൻ വേദികൾ മാറപ്പെടേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിനാൽ നിയോഗിക്കപ്പെട്ട അറിയിപ്പുകാർ പ്രവേശിക്കുന്നിടത്തും കണ്ടുമുട്ടുന്നവർക്കും പകരേണ്ട അഭിവാദനം സമാധാനമാണ്. ഇത് അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന ആശയമല്ല, മറിച്ച് അന്തരങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ട ആശംസയാണ്. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവർ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ തള്ളുന്നവർ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവർ എന്നെ അയച്ചവനെയും തള്ളുന്നു എന്ന ലൂക്കോസ് സുവിശേഷകൻ്റെ 10-ാം അധ്യായം 16-ാം വാക്യദർശനം വചന ശുശ്രൂഷയുടെ അനിവാര്യതയാണ് വ്യക്തമാക്കുന്നത്. ജീവൻ്റെ വചനമായ സുവിശേഷം നിത്യജീവൻ്റെ അപ്പമായ കുർബാനയിലേക്ക് വിശ്വാസികളെ നയിക്കുമെന്നാണ് പൗരസ്ത്യ സഭകളുടെ കാഴ്ചപ്പാട്. ജീവനുള്ള വചനം ജീവൻ നൽകുന്നുവെങ്കിൽ ജീവൻ്റെ അപ്പം നിത്യജീവൻ പകരുന്നുവെന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു. യെരുശലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പുറപ്പെട്ട കർത്തൃശിഷ്യന്മാരുടെ അനുഭവം ഈ ആശയത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. വചനം മാംസമെടുത്ത സത്യം വിശ്വസിച്ച് ഏറ്റുപറയുന്ന വിശ്വാസികളുടെ സമൂഹം അപ്പം മാംസമെടുക്കുന്ന രഹസ്യം ആഘോഷിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന അപൂർവ സംഗമം വിശുദ്ധ കുർബാനയിൽ മാത്രമാണ് ഉടലെടുക്കുന്നത്. ഓർത്തഡോക്സ് സഭ അതിൻ്റെ ദൈവശാസ്ത്രത്തിൽ വിശുദ്ധ കുർബാനയെയും വചന ശുശ്രൂഷയെയും വേറിട്ട് കാണാതെ ഒരു നാണയത്തിൻ്റെ മറുവശങ്ങൾ പോലെയാണ് അനുഷ്ഠിച്ചു പോരുന്നത്. തിരുവചനം തിരുശരീര രക്തങ്ങളുടെ അനുഭവത്തിലേക്കും തിരുശരീര രക്തങ്ങളുടെ സംസർഗം സമൃദ്ധിയായ ജീവങ്ങളിലേക്കും നമ്മെ നയിക്കുമെന്ന് പൗരസ്ത്യ ദർശനത്തെ മുറുകെ പിടിച്ച് അർത്ഥപൂർണമായ വചന കേൾവിക്കായി നമുക്ക് ഒരുങ്ങാം. ഈ കൺവെൻഷൻ വേദിയിലൂടെ നമ്മിൽ വിതയ്ക്കപ്പെടുന്ന തിരുവചനത്തിൻ്റെ വിത്ത് വളരുവാനുള്ള വെള്ളവും വളവും നൽകേണ്ടത് നമ്മുടെ ചുമതലയാണ്. തിരുവചനത്തിൻ വിത്തുകൾ ആത്മാവിൽ വളരണമേ എന്നുള്ള നമ്മുടെ ആരാധനാ ഗീതവും ഈ അനിവാര്യതയാണ് ഓർമ്മപ്പെടുത്തുന്നത്. പശ്ചാത്തലത്തിലൂടെയുള്ള പാപമോചനമാണ് വചനമാകുന്ന വിത്തിൻ്റെ വളർച്ചയ്ക്കുള്ള വളവും വെള്ളവും വെളിച്ചമെന്നാണ് ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കാത്തിരുന്ന സ്വൈഹിക സമൂഹത്തിലാണ് പരിശുദ്ധാത്മാവ് കൊടുങ്കാറ്റ് പോലെ പകരപ്പെട്ടത് എന്ന് നമുക്ക് മറക്കാതെ ഓർമ്മിക്കാം.
വചന ശുശ്രൂഷയ്ക്കായി എത്തിച്ചേരുന്നവരുടെ നോട്ടവും നേട്ടവും രൂപാന്തരപ്പെടുത്തേണ്ടത് ജീവിതത്തെയാണ്. എന്നാൽ ഇന്ന് പലരുടെയും നോട്ടവും നേട്ടവും രൂപാന്തരമില്ലാത്ത വൈകാരികതയാണ്. മാനുഷിക ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാതെയും സമസൃഷ്ടിയെ ആദരിക്കാതെയും ജീവിതമൂല്യങ്ങൾ കാറ്റിൽ പറത്തി സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന തലമുറകൾക്ക് നടുവിൽ ദൈവജനമായി രൂപാന്തരപ്പെടുവാൻ ഈ കൺവെൻഷൻ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കട്ടെ. ദൈവശബ്ദം കേൾക്കുന്നതിനും ദൈവേഷം അറിയുന്നതിനും ദൈവത്തെ അനുഭവിക്കുന്നതിനും ഈ പന്തലിൽ വരുന്ന വചനം നമ്മെ സഹായിക്കട്ടെ. പ്രസംഗങ്ങളുടെ വ്യക്തിപരമായ കഴിവുകളേക്കാൾ ദൈവകൃപയുടെ കടന്നുവരവിനാണ് നാം പ്രാമുഖ്യം കൊടുക്കേണ്ടത്. കാരണം മനുഷ്യൻ്റെ അറിവിനും കഴിവിനും പരിമിതികളുണ്ട്. ഈ പരിമിതികളെ നിറവുകളാക്കുന്നത് പരിശുദ്ധ റൂഹായുടെ സജീവ ഇടപെടലുകളുമാണ്. ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ച് വീരാതിരിപ്പാൻ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മരുഭൂ പ്രയാണത്തിൽ മോശ ഇസ്രായേൽ മക്കളോട് നടത്തിയ പ്രസംഗത്തിൽ പലതവണ ആവർത്തിച്ച് ഓർമ്മൊരു വാക്യമുണ്ട്. ഇതാ അനുഗ്രഹവും ശാപവും ജീവനും മരണവും നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നുവെന്ന്. വാത്സല്യ മക്കളെ, അനുഗ്രഹമായതും ജീവൻ നൽകുന്നതും തിരഞ്ഞെടുക്കുവാൻ ശാപമായതും മരണാർഹമായതും ജീവിതത്തിൽ നിന്ന് അകറ്റുവാൻ ഈ കൺവെൻഷൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് 70ാമത്തെ കൺവെൻഷൻ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു. സർവശക്തനായ ദൈവം തമ്പുരാൻ അവിടുത്തെ അദൃശ്യമായ തൃക്കരം നീട്ടി നിങ്ങളെ ഏരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായി ഒരു മനോഹരമായ ഗീതം ആലപിക്കുവാനായി ബ്രൈറ്റി സൂസൻ കോശിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നവാൽ വന്യമോ, ദൈവകരുണയിൻ ധനമാഹാത്മ്യം നവാൽ വന്യമോ, ദൈവകരുണയിൻ ധനമാഹാത്മ്യം പരമസമ്പന്യനി ധരണിയിലേറ്റം ധരിത്രനായി തീർന്നു സ്വമാനസാൽ, പരമസമ്പന്യനി ധരണിയിലേറ്റം ധരിത്രനായി തീർന്നു സ്വമാനസാൽ, നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തോണി ധരിച്ചതു ചെറിയ സംഗതിയോ, നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴന്തോണി ധരിച്ചതു ചെറിയ സംഗതിയോ, ദൈവ കരുണയിൻ ധനമാഹാത്മ്യം കുരിശു ചുമന്നവൻ ഗിരിമുകളേറി വിരിച്ചു കൈകാലുകളെ അതിന്മേൽ, കുരിശു ചുമന്നവൻ ഗിരിമുകളേറി വിരിച്ചു കൈകാലുകളെ അതിന്മേൽ, ശരിക്കിരുമാണികൾ തറുപ്പതിനായി അത് സ്മരിക്കുക വിസ്മയനീയം, ശരിക്കിരുമാണികൾ തറുപ്പതിനായി അത് സ്മരിക്കുക വിസ്മയനീയം, ദൈവ കരുണയിൻ ധനമാഹാത്മ്യം നവാൽ വന്യമോ, ദൈവ കരുണയിൻ ധനമാഹാത്മ്യം നവാൽ വന്യമോ, ദൈവ കരുണയിൻ ധനമാഹാത്മ്യം. താങ്ക് യു ബ്രൈറ്റി. ഈ സപ്തതി വർഷത്തിൽ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ട മാർ ഒസ്താത്യോസ് റിട്രീറ്റ് സെന്റർ
നിർമ്മാണ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുവാനായി ഈ പദ്ധതിയുടെ ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട ജോർജ് പി എബ്രഹാം പയ്യമ്പൾ അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. അഭിവന്യ അത്താനാസിയോസ് തിരുമേനി, അഭിവന്യ ക്രിസോസ്റ്റമോസ് തിരുമേനി, വന്യ വൈദികരെ, ഇന്ന് മുഖ്യ സന്ദേശം നൽകുന്ന പ്രൊഫസർ മേരി മാത്യു, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കല്ലുപ്പാറ ഓർത്തഡോക്സ് സിറിയൻ കൺവെൻഷൻ അതിൻ്റെ സപ്തതി വർഷമാണ് ഈ വർഷം. നമ്മുടെ പൂർവീയ പിതാക്കന്മാർ പുഴയോരത്ത് വർഷത്തിലൊരിക്കൽ ഒരാഴ്ചക്കാലം ഈ മണിമലയാറിൻ്റെ ഇരുകരകളിലുമുള്ള വൃക്ഷങ്ങളെ തലോടി എത്തുന്ന മന്ദമാരുതൻ്റെ തലയോടുകളേറ്റ് മന്ദം മന്ദം ഒഴുകുന്ന ഈ പുഴവക്കത്ത് ഒരാഴ്ചക്കാലം ധ്യാനത്തിലും പഠനത്തിലും ഇരിക്കുന്നത് മനസ്സിൻ്റെ സന്തോഷത്തിനും ആരോഗ്യത്തിനും ആത്മീയ വർധനയ്ക്കും ഏറ്റവും ഉദാത്തമാണ് എന്ന് കണ്ടുകൊണ്ടാണ്. കഴിഞ്ഞ 70 വർഷക്കാലം ഓരോ തലമുറയിലായി ഈ വലിയ ഉത്തരവാദിത്വം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കൈമാറി ഒരു വർഷവും നിന്നുപോകാതെ ഇതുവരെയും ഭംഗിയായി ഈ കൺവെൻഷൻ വർഷം തോറും നടക്കുവാനുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ പൂർവ്വീയ പിതാക്കന്മാർ തലമുറകളിലൂടെ ആ നിയോഗം ഏറ്റെടുത്ത് പ്രവർത്തിച്ചു. ഈ തലമുറയിൽ ഈ നിയോഗം ഏറ്റെടുത്ത് അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറുവാനായിട്ടുള്ള ഉത്തരവാദിത്വമാണ് ഇന്ന് ഈ തലമുറയിൽ ജീവിക്കുന്ന നമ്മുടെ കരങ്ങളിൽ ഉള്ളത്. സപ്തതി വർഷം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കൺവെൻഷൻ ഇതുവരെ ഒരു വർഷവും മുടങ്ങാതെ നിന്നു എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ, സമൂഹത്തിലെ ചെറിയ ചെറിയ ഇടപെടലുകൾ നടത്തുവാൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെറിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിലെ ദരിദ്രരായിട്ട് ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് വീടുകൾ വെച്ചു കൊടുക്കുവാനും, നമ്മുടെ ഈ കൺവെൻഷൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള കൺവെൻഷൻ ഓഫീസ് ഈ പ്രദേശത്ത് ഒരു മിഷൻ സെൻ്ററായി അതിനെ രൂപപ്പെടുത്തണമെന്ന ഈ കൺവെൻഷൻ്റെ ജീവനായിരുന്ന ഒസ്താത്യോസ് തിരുമേനിക്കൊരു ദർശനമുണ്ടായിരുന്നു. ചില നാളുകളിലൊക്കെ ഇവിടെ ചില പ്രവർത്തകരെ താമസിപ്പിച്ച് അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില ഒറ്റതിരിഞ്ഞ ഇടപെടലുകളല്ലാതെ ഈ സമൂഹത്തിന് കൂടുതൽ പ്രകാശം നൽകുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തുവാനായിട്ട് സാധിച്ചില്ല. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഈ കൺവെൻഷൻ കെട്ടിടം ജീർണ അവസ്ഥയിലാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ചില വർഷങ്ങളിലായി ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം നടത്തണം എന്ന് അതിനെക്കുറിച്ച് പല തവണ ആലോചനകൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഈ വർഷം സപ്തതി വർഷമായതുകൊണ്ട് ഇത് ഗൗരവമായി ആലോചിച്ചപ്പോൾ ഇത് എന്തായാലും ഈ വർഷം അതിൻ്റെ പുനർനിർമ്മാണം നടത്തണം എന്ന് പൊതുയോഗം തീരുമാനിക്കുകയും അതിൻ്റെ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയുമാണ് ചെയ്തത്. അതിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ ആലോചനകൾ വന്നപ്പോൾ ഇത് വർഷത്തിൽ ഒരിക്കൽ കൺവെൻഷൻ പ്രവർത്തനത്തിനുള്ള ഒരു ഓഫീസ് കെട്ടിടം മാത്രമായിരിക്കാതെ പലവിധ ഉദ്ദേശങ്ങളുള്ള ഒരു സെൻ്ററായി ഇതിനെ എങ്ങനെ വികസിപ്പിക്കാം എന്നുള്ള ചിന്ത ഉണ്ടാകുകയും അതിൻ്റെ ഫലമായി ഇവിടെ പുഴയോരത്ത് ഒരു ധ്യാന കേന്ദ്രം ഉണ്ടാകുന്നത് അത് ഈ കൺവെൻഷൻ്റെ ജീവനായിരുന്ന നമ്മുടെ ഒസ്താത്യോസ് തിരുമേനിയുടെ ഭാവന സ്മരണയിൽ അങ്ങനെയുള്ള ഒരു പേരിൽ തന്നെ കല്ലുപ്പാറ കൺവെൻഷൻ സപ്തതി സ്മാരക മാർ ഒസ്താത്യോസ് റിട്രീറ്റ് സെൻറ്റർ എന്ന പേരിലുള്ള ഒരു സെൻ്ററായി ഇതിനെ വികസിപ്പിക്കണം എന്നൊരു ആലോചന വരികയുണ്ടായി. അങ്ങനെ അത് വളർന്നു വന്നാൽ നമ്മുടെ ആധ്യാത്മിക സംഘടന പ്രവർത്തകർക്ക് ദിവസങ്ങൾ താമസിച്ച് പഠിക്കുവാനും ഒരുമിച്ച് നമ്മുടെ നമസ്കാരങ്ങളിലൊക്കെ പങ്കുചേരുവാനുമായിട്ടുള്ളൊരിടമായി അത് രൂപാന്തരപ്പെടും. കൂടാതെ കുടുംബ നവീകരണത്തിന് സഹായിക്കുന്ന കൗൺസിലിംഗ്, പഠന കേന്ദ്രം, ഇതിനൊക്കെ ആയിട്ടൊരു കേന്ദ്രമായി ഇതിനെ വികസിപ്പിക്കണം എന്നൊരു ആഗ്രഹമാണ് ചിന്തയിൽ ഉണ്ടായത്. അതുകൂടാതെ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ ജോലി കിട്ടി വിദേശത്ത് പോകുമ്പോൾ സംസാരിക്കുവാൻ ആരുമില്ലാതെ വാർദ്ധക്യത്തിൽ വീടുകളിൽ ഏകാന്തരായി കഴിയുന്നവർക്ക് പകൽ സമയത്ത് ഒത്തുചേരുവാനും
വർത്തമാനം പറയുവാനും പ്രാർത്ഥനയിൽ പങ്കുചേരുവാനും ഒക്കെയുള്ള ഒരു പകൽ വീട്. ഇത് നമ്മുടെ ഇടമത്ര പോലത്തെ തിരുമേനി വളരെ നാളുകളായി ഞങ്ങളോടൊക്കെ പറയുന്നൊരു കാര്യമാണ്, നമുക്കങ്ങനെ സെൻറ്റർ ഉണ്ടാകണം. തിരുമേനി പറഞ്ഞു, എവിടെയെങ്കിലും സ്ഥലം വാങ്ങിച്ചു തരികയാണെങ്കിൽ ഞാൻ പണിയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആഗ്രഹവുമായിട്ട് മുമ്പോട്ട് വന്നാൽ ബാക്കി കാര്യങ്ങൾ തിരുമേനി സഹായിക്കും എന്നൊരു ചിന്തയും ഇതിൻ്റെ പിമ്പിൽ ഇല്ലാതില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഈ നിലയിൽ നമ്മൾ ഈ സെൻറ്ററിനെ വികസിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അതിന് വലിയ ഒരു സാമ്പത്തിക ഉത്തരവാദിത്വമുണ്ട്. 50 ലക്ഷം രൂപയോളമാണ് അതിന് ചിലവായി പ്രതീക്ഷിക്കുന്നത്. മുഴുവനായി പണി തീരുമ്പോൾ അത് 3 സ്റ്റേജുകളിലായിട്ട് പണിയുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ നിലയിൽ 50-70 പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനായുള്ള ഭക്ഷണശാല, കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങൾ, 2-3-4 മുറികൾ. ഇപ്പോൾ നമ്മുടെ കൺവെൻഷന് വരുന്ന പ്രസംഗകർക്കോ തിരുമേനിമാർക്കോ ഒന്ന് ശാന്തമായി വിശ്രമിക്കുവാനായിട്ടൊരു സ്ഥലം നമുക്കിപ്പോൾ അവിടെയില്ല. ഇപ്പോൾ അങ്ങനെയുള്ള 2-3 മുറികൾ ഇത്രയും ചേരുന്നതാണ് ഒന്നാമത്തെ നില, ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമത്തെ നിലയിൽ വരുമ്പോൾ മനോഹരമായ ഒരു ചാപ്പലും ഏതാനും മുറികളും. മൂന്നാമത്തെ നിലയിൽ 50 മുതൽ 100 വരെയുള്ള ആളുകൾക്ക് താമസിക്കുവാനുള്ള ഡോർമെട്രി. ഇങ്ങനെ ഇത്രയും സൗകര്യങ്ങളോടുകൂടിയാണ് നമ്മളിതിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം, അതിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള പണസമാഹരണത്തിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് ഇവിടെ നിർവഹിക്കപ്പെടുവാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ 50 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളെ ഭീതിപ്പെടുത്തുന്നുണ്ടാവാം. ഇന്ന് നിങ്ങളെല്ലാവരും മലയാള മനോരമ പത്രത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജോഷുവാച്ചൻ എഴുതിയ ചിന്താവിഷയം വായിച്ചു കാണും. അച്ഛൻ ഒരു വാക്ക് അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്, ഗോഡ് does not look our abilities or disabilities but our availability. നമുക്ക് വലിയ കഴിവുകളില്ലായിരിക്കാം, ഒരുപക്ഷെ കഴിവുകൾ ഉണ്ടായിരിക്കാം, but God does not look our abilities or disabilities but our availability. നമുക്ക് സമർപ്പണമുണ്ടോ? തീർച്ചയായും സ്വർഗത്തിലെ ദൈവം ഇത് സാധിപ്പിച്ചു തരും. ഇത് സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയ ഒരു ബ്രോഷർ ഇപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം, ഇതിൻ്റെ പണത്തിൻ്റെ സമാഹരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, ഇത് നിങ്ങൾ ചുരുട്ടി ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ നദിയിൽ നിക്ഷേപിച്ചിട്ട് പോകരുത്. ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വയ്ക്കണം. ദിവസവും പ്രാർത്ഥനയിൽ ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് അല്പസമയം പ്രാർത്ഥിക്കണം. സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിച്ചു തരും. പ്രാർത്ഥിച്ചാൽ മാത്രം പോരല്ലോ, മേസ്ത്രിമാർക്കും ഒക്കെ പണം കൊടുത്താൽ മാത്രമേ അതിൻ്റെ പണികൾ നടക്കുകയുള്ളൂ. അവരവർക്ക് ദൈവം തന്നിട്ടുള്ള സാമ്പത്തിക സൗകര്യങ്ങൾ അനുസരിച്ച് ചെറുതും വലുതുമായിട്ടുള്ള സംഭാവനകൾ ഈ കാര്യത്തിലേക്ക് നൽകണം. ഇതിൽ വാങ്ങിപ്പോയവരുടെ പാവന സ്മരണയ്ക്ക് വേണ്ടി മുറികൾ സ്പോൺസർ ചെയ്യുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ദശാംശം കൊടുക്കുന്നത്, അത് നമ്മുടെ ഒരു ശീലമാകണം. പലപ്പോഴും നമുക്ക് ചുറ്റും അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പല സഭകൾ പോലും വളരെ വേഗത്തിൽ വളർന്ന് വികസിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ പിമ്പിൽ ദശാംശമാണ്. അവരുടെ ആളുകളെ ദശാംശം കൊടുക്കുവാൻ പരിശീലിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ആളുകൾ ഇനിയും അതിലേക്ക് വളരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. പലയിടങ്ങളിലും അതിനുള്ള ശ്രമങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ദശാംശം ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചാൽ ഇതിനൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ദശാംശം കൊടുക്കുന്നവർ അതിൻ്റെ ഒരു അംശം ഇതിലേക്ക് തരിക, ചെറുതും വലുതുമായ സംഭാവനകൾ നൽകുക. തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഈ കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഞങ്ങളുടെ ഒരു ബലം, ഞങ്ങളുടെ ഇടമത്ര പോലത്തെ തിരുമേനി ഞങ്ങളുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്കൊക്കെ അറിയാം, സ്ഥാപനങ്ങൾ തുടങ്ങിയാൽ നമ്മുടെ ഒസ്താത്യോസ് തിരുമേനിക്ക് പണം ഒരിക്കലും ഒരു ദൗർലഭ്യമായി വന്നിട്ടില്ല. തിരുമേനിയുടെ പിൻഗാമിയായി നമ്മുടെ ഈ തിരുമേനി വരുമ്പോൾ ഏലിയായുടെ ഇരട്ടി ശക്തിയോടുകൂടെ എലീശ പ്രവർത്തിച്ചതുപോലെ ആ കാര്യത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു താലന്തുണ്ട്. അതുകൊണ്ട് തിരുമേനി ഈ കാര്യങ്ങൾ മുൻപന്തിയിൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമില്ല. എങ്കിലും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം, സഹകരിക്കണം. ദൈവം തിരുമനസ്സായാൽ അടുത്ത 1 വർഷം കൊണ്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ പണി പൂർത്തിയാക്കി അടുത്ത കൺവെൻഷനിൽ ഇതിൻ്റെ 1ാമത്തെ നിലയുടെ കൂദാശാകർമ്മം നിർവഹിച്ച് സപ്തതി വർഷത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. എല്ലാവരും സഹകരിക്കണമേ, പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കുമാറാകട്ടെ. അടുത്തതായി റിട്രീറ്റ് സെന്റർ പദ്ധതിയുടെ ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാനായി ഇടവക മെത്രാപ്പോലീത്ത തിരുമനസിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ജിജി അച്ഛൻ എന്നെ വെട്ടിലാക്കിയത് നിങ്ങളെല്ലാവരും കേട്ടതാണല്ലോ. എന്തു തന്നെയായിരുന്നാലും ഇവിടെ ഒരു സ്ഥാപനം ഇതിൻ്റെ ഭാരവാഹികൾ വിഭാവനം ചെയ്യുന്നത് പോലെ
ഉണ്ടാകേണ്ടത് ഒരടിയന്തര ആവശ്യമാണ്. തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ഇപ്പോഴൊരു ആദ്യ ഗഡു എന്നുള്ള നിലയിൽ വിധവയുടെ ചില്ലിക്കാശ് പോലെ ഞാനൊരു ചെറിയ തുക ഇപ്പോൾ ഇതിൻ്റെ ജിജി അച്ഛനെ തന്നെ ഏൽപ്പിക്കുന്നു. കുറവുണ്ടെങ്കിൽ അച്ഛൻ തന്നെ കണ്ടുപിടിക്കും എന്നുള്ള വിശ്വാസം കൊണ്ട് ഇതൊരു ഗഡുവായിട്ട് എടുത്താൽ മതി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, വലിയ തിരുമേനി കാലം ചെയ്തതിന് ശേഷം നെയ്യാറ്റിങ്കര മുതൽ കലകണ്ടി വരെയുള്ള സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ പെടാപാട്. കഴിഞ്ഞ ദിവസം യാചാരാം ബാലഗ്രാമിലെ അച്ഛൻ വിളിച്ചിട്ട് ഈ വർഷം മഴ പെയ്തില്ല, കൃഷിയില്ലായിരുന്നു, അരി മുതലെല്ലാം വാങ്ങിക്കണം, 3 ലക്ഷം രൂപ ഈ ആഴ്ച തരണമെന്ന് പറഞ്ഞു. 2.55 ശേഖരിച്ച് കൊടുത്തു വിട്ടു. ബാക്കി ഒരാഴ്ചയ്ക്കകം കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ആവശ്യങ്ങൾ അനവധിയുണ്ട്, നമ്മുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഇതും എൻ്റെ പരിഗണനയിൽ എൻ്റെ പ്രാപ്തി അനുസരിച്ച് ഞാൻ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തുകൊള്ളാം. ഇത് നടക്കാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെയെല്ലാം നേരിൽ വന്ന് കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനവസരം ഉണ്ടാക്കാതെ ഇവിടെ തന്നെ കൊണ്ട് ഏൽപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഫണ്ട് സ്വീകരണത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം അഭിമന്യ തിരുമനസ് കൊണ്ട് തന്നെ നിർവഹിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം 5 പേര് കൂടെ ഇപ്പോൾ ഈ കർമ്മത്തിൽ പങ്കുചേരുവാൻ തക്കവണ്ണം മുൻപോട്ട് വന്നിട്ടുണ്ട്. അവരുടെ പേരുകൾ വിളിക്കുമ്പോൾ ദയവായിട്ട് മുൻപോട്ട് വന്ന് അഭിമന്യ തിരുമനസിൻ്റെ കയ്യിൽ തുക ഏൽപ്പിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. ഒന്നാമത്തേത് രഞ്ജി ജോർജ് ലൗഡയിൽ പുറമറ്റം, നമ്മുടെ കൺവെൻഷൻ്റെ ട്രഷറർ കൂടിയാണ്. ശ്രീ ഉമ്മൻ പൗലോസ് നീരുവിലായിൽ പുറമറ്റം. 10,001 ആദ്യത്തെ ഗഡു. അതെ, ഓക്കെ. റഞ്ജി ബാക്കി 40,000 കൂടെ തരുന്നതായിരിക്കും. വെരി ഗുഡ്. ശ്രീ ഉമ്മൻ പൗലോസ് നീരുവിലായിൽ പുറമറ്റം പബ്ലിസിറ്റി കൺവീനർ കൂടിയാണ്. ശ്രീ ജോസി പോൾ മാരേട്ട് പാറ്റുവീട്ടിൽ മടത്തുഭാഗം നോർത്ത്. ഇത് കുഞ്ഞുമോന്റെ വക മാത്രമാണ്, പിള്ളേരുടെ വക പുറകെ എത്തിക്കണം. മറ്റാർക്കെങ്കിലും ഇതുപോലെ നൽകുവാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നെങ്കിൽ 5 പേരാണ് പേര് തന്നിരിക്കുന്നത്. അവർക്ക് മുൻപോട്ട് വരാമെന്ന് ഈ സമയം ഓർപ്പിക്കുകയാണ്. കവറില്ലാതെ കാശ് കൊണ്ടുവന്നാലും ഞങ്ങൾ വാങ്ങിച്ചോളാം. ശ്രീ പി എം മാത്തുണ്ണി പെരിയില്ലത്ത് മടത്തുഭാഗം നോർത്ത്. ശ്രീ പി എം മാത്തുണ്ണി പെരിയില്ലത്ത് മടത്തുഭാഗം നോർത്ത്. വെരി ഗുഡ്. എത്ര ഉണ്ട്? ശ്രീ ജുവാൻ എബ്രഹാം അജി ചക്കാലമുറിയിൽ മടത്തുഭാഗം നോർത്ത്. ഇനിയും ആർക്കെങ്കിലും നൽകുവാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ മുൻപോട്ട് വന്ന് അഭിമന്യ തിരുമനസിന്റെ കൈവശം അത് ഏൽപ്പിക്കുവാനായിട്ട് കഴിയും. ഇനിയും കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവര് ഇതിനു വേണ്ടി പ്രത്യേകമായൊരു ഓഫീസ് അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നമ്മൾ വരുമ്പോൾ അവിടെ പ്രത്യേകമായിട്ടുള്ള ഓഫീസിൽ നമ്മുടെ തുകകൾ ഏൽപ്പിച്ച് രസീത് കൈപ്പറ്റാവുന്നതാണ് എന്ന് ഓർപ്പിക്കുകയാണ്. തപ്പുകളാലും ചതുര തപ്പുകളാലും അവനെ സ്തുതിപ്പീൻ. അടുത്തതായി മനോഹരമായ ഒരു ഗാനം ആലപിക്കുന്നു ജോഷ്ന അന്ന തോമസ്. അനുതാപഹൃദയം തിരുമുൻപിൽ നാഥ, കരുണാർദ്രമിഴികൾ തുറക്കേണമേ. അനുതാപഹൃദയം തിരുമുൻപിൽ നാഥ, കരുണാർദ്രമിഴികൾ തുറക്കേണമേ. നോക്കേണമേ, നിൻമൊഴി പകരേണമേ, ജീവൻ കനിഞ്ഞേകി അണയ്ക്കേണമേ. നോക്കേണമേ, നിൻമൊഴി പകരേണമേ, ജീവൻ കനിഞ്ഞേകി അണയ്ക്കേണമേ. അനുതാപഹൃദയം തിരുമുൻപിൽ നാഥ, കരുണാർദ്രമിഴികൾ
കരുണാർദ്രമിഴികൾ തുറക്കേണമേ. മരുഭൂമിയിൽ തെളിനീരുറവയുമായി എരിതീലോ കരുതൽ ചിറകുമതായി. മരുഭൂമിയിൽ തെളിനീരുറവയുമായി എരിതീലോ കരുതൽ ചിറകുമതായി. എന്നിട്ടും നിന്നെ തള്ളിക്കളഞ്ഞവർ സ്വന്തം വഴി തേടിയോ? ഞങ്ങൾ സ്വന്തം വഴി തേടിയോ? അനുതാപഹൃദയം തിരുമുൻപിൽ നാഥ, കരുണാർദ്രമിഴികൾ തുറക്കേണമേ. വഴിയാത്രയിൽ സഖിയായി കൂടെ നടന്നു, കൂടാരവാസിയായി കൂട്ടിനിരുന്നു. വഴിയാത്രയിൽ സഖിയായി കൂടെ നടന്നു, കൂടാരവാസിയായി കൂട്ടിനിരുന്നു. എന്നിട്ടും നിന്നെ തള്ളിക്കളഞ്ഞവർ സ്വന്തം വഴി തേടിയോ? ഞങ്ങൾ സ്വന്തം വഴി തേടിയോ? അനുതാപഹൃദയം തിരുമുൻപിൽ നാഥ, കരുണാർദ്രമിഴികൾ തുറക്കേണമേ. നോക്കേണമേ, നിൻമൊഴി പകരേണമേ. ജീവൻ കനിഞ്ഞേകി അണയ്ക്കേണമേ. നോക്കേണമേ, നിൻമൊഴി പകരേണമേ. ജീവൻ കനിഞ്ഞേകി അണയ്ക്കേണമേ. അനുതാപഹൃദയം തിരുമുൻപിൽ നാഥ, കരുണാർദ്രമിഴികൾ തുറക്കേണമേ. ഇന്നത്തെ മുഖ്യ സന്ദേശം നമുക്ക് നൽകുന്നത് മർത്തമറിയം സമാജം കേന്ദ്ര ജനറൽ സെക്രട്ടറിയും അനുഗ്രഹീത പ്രഭാഷകയുമായ പ്രൊഫസർ മേരി മാത്യു ആണ്. ഈ അനുഗ്രഹീത കർമ്മത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്ദ്യ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനി, അഭിവന്ദ്യ ഡോക്ടർ യുഹാനോൻ മാർക്കസോസ്റ്റമോസ് തിരുമേനി, വന്ധ്യ വൈദിക ശ്രേഷ്ഠരെ, ഈ കൺവെൻഷൻ പന്തലിൽ സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ദൈവനാമത്തിൽ ഏവർക്കും വന്ദനം. 70 വർഷങ്ങൾക്ക് മുൻപ് കർത്താവിൻ്റെ വചനങ്ങൾ പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമായി ഈ കൺവെൻഷൻ വിഭാവനം ചെയ്ത നമ്മുടെ മാതാപിതാക്കളെ ഒരു നിമിഷം നമുക്ക് സ്മരിക്കാം. ഈ 70 വർഷം തുടർച്ചയായി ഈ ധന്യമായ കൺവെൻഷൻ നടത്തുവാനും ദൈവം ഇടയാക്കി. അതുവഴി തലമുറകൾക്ക് ദൈവിക ബോധവും ബോധ്യവും പകർന്നു കൊടുക്കുവാനും ഇടയായി. ഇന്ന് സൺഡേ സ്കൂളിൻ്റെ പ്രത്യേകമായിട്ടുള്ള റാലി നടത്തി ഈ കൺവെൻഷൻ്റെ ഉദ്ഘാടനം ഇവിടെ അഭിവന്ദ്യ തിരുമനസ് നിർവഹിക്കുകയുണ്ടായി. ഇത്രയും മാതാപിതാക്കൾ ഇവിടെ സന്നിഹിതരായതുകൊണ്ട് ആമുഖമായി 1-2 കാര്യങ്ങൾ ദൈവനാമത്തിൽ പറയുവാനായി ആഗ്രഹിക്കുന്നു. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോട് കഥാരൂപേണ മാത്രം 1-2 കാര്യങ്ങളും പറയാൻ ദൈവം അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് നൽകുവാൻ സാധിക്കുന്നത് എന്താണ് എന്ന് പലവരും ആലോചിക്കുകയും അനേകം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നതും കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഘട്ടങ്ങളും ശ്രദ്ധാപൂർവം പഠിക്കുവാനും ശ്രമിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് നൽകുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് 2 എണ്ണമാണ്. ഒന്ന്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും അവരവരായിരിക്കുന്ന സഭയുടെ സത്യവിശ്വാസം കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് സ്നേഹമുള്ള മാതാപിതാക്കളുടെ ചിട്ടയുള്ള ജീവിതവും കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയ്ക്കും
പകരമായി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് മറ്റൊന്നും കാണുന്നില്ല. രണ്ടാമതായി, മാതാപിതാക്കളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമായ അവരുടെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നത് വഴി തലമുറകൾക്ക് ലഭിക്കാവുന്ന സ്ഥിര നിക്ഷേപം നമ്മളുടെ തലമുറ എവിടെയൊക്കെയോ നഷ്ടപ്പെടുത്തുന്നുണ്ട്. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് വഴി ലഭിക്കുന്ന അനുഗ്രഹത്തിന്റെ സ്ഥിര നിക്ഷേപം തലമുറകൾക്ക് കൊടുക്കുന്നതിന് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ എല്ലാ സ്ത്രീകളും മുൻകൈ എടുക്കണമെന്നും ശുശ്രൂഷ മനോഭാവമുള്ളവരായി തീരണമെന്നും പ്രത്യേകമായി വിനയത്തോടുകൂടെ ഓർമ്മിപ്പിക്കുന്നു. വൃദ്ധസദനങ്ങൾ വർദ്ധിക്കുന്നതിനേക്കാൾ അധികം വൃദ്ധരായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുകയും ഞാനും വാർദ്ധക്യത്തിലേക്ക് നടക്കുകയാണ് എന്ന ചിന്ത ഉള്ളവരായി തീരുകയും ചെയ്യുന്നതല്ലേ കൂടുതൽ അഭികാമ്യം. വൃദ്ധസദനങ്ങളും പകൽ വീടുകളും ആവശ്യമാണ്. ആവശ്യമുള്ളത് നമ്മൾ ക്രമീകരിക്കണം. അതിലുപരി നമുക്ക് ചെയ്യുവാനുള്ള ദൗത്യത്തിൽ നിന്ന് പിന്തിരിയുന്നത് ദൈവസന്നിധിയിൽ അനീതിയായിരിക്കും എന്നുള്ളതിനും സംശയമില്ല. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങളുടെ റാലി വളരെ മനോഹരമായിരുന്നു. ഈ റാലി നിങ്ങൾ നടത്തി വന്നപ്പോഴൊക്കെയും ക്രിസ്തുവിനെ ഉള്ളിൽ ധ്യാനിച്ചുവോ? യേശുവിനോട് ചേർന്ന് നടക്കുവാനായിട്ട് സാധിച്ചുവോ? എങ്കിൽ ഈ പുഴയൂരത്തോടുകൂടി നിങ്ങൾ ഈ ചുടുവെയിലത്ത് നടന്നത് തീർച്ചയായും അർത്ഥവത്തായി തീരും എന്നുള്ളതിന് സംശയമില്ല. 2-3 ചെറിയ കഥകളിലൂടെ യേശു നമ്മുടെ ജീവിതത്തിൽ ആരായിരിക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാനും ഈ സ്റ്റേജിൽ നിങ്ങളുടെ മുൻപിൽ വന്ന് നിൽക്കുന്നതിന് എന്നെ ഏറെ സ്വാധീനിച്ചത് എൻ്റെ മാതാപിതാക്കന്മാരും ഗുരുക്കന്മാരും ദൈവാനുഗ്രഹവും ഒക്കെയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതും നിങ്ങളുടെ മുൻപിൽ കാണുന്ന ചിത്രത്തിലുള്ള പിതാവാണ്. നിരണം ഭദ്രാസനാധിപനായി എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ സൺഡേ സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന കാലത്ത് ഏറെ പ്രോത്സാഹനം തന്ന അഭിവന്ദ്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി. അഭിവന്ദ്യ പിതാവിനെ സ്മരിക്കാതെ ആ കാലഘട്ടത്തിലുള്ളവർക്ക് ആർക്കും തന്നെയും ഒരു കാര്യം തന്നെയും ചെയ്യുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ചും നിരണം മാവേലിക്കര ഭദ്രാസനത്തിൽ ഉൾപ്പെട്ട ഏതൊരു വ്യക്തികൾക്കും. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളൊക്കെയും സമയം നോക്കുവാൻ വാച്ച് കെട്ടുന്നവരാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ ഒരു വാച്ച് കിട്ടുവാൻ ആഗ്രഹിക്കുന്നവരുമാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായി വളരുമ്പോൾ ഈ വാച്ച് കെട്ടുന്നതായ സമയത്ത് നിങ്ങൾ ആ വാക്ക് പ്രത്യേകം ഓർക്കുകയും അതിലുള്ള 5 അക്ഷരങ്ങൾ ചില പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ പാഠങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് ശ്രദ്ധിക്കുക. വാച്ച് എന്ന ഇംഗ്ലീഷ് പദത്തിന് അർത്ഥം ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക എന്നൊക്കെയാണ്. എന്നാൽ ഇത് സമയം നോക്കുവാനുള്ള ഒരു ഉപകരണമാണെന്ന് നമുക്കറിയാം. ഈ വാക്കിന്റെ സ്പെല്ലിംഗ് നമുക്കറിയാം, WATCH. നിങ്ങളുടെ 5 വിരലുകൾ ഒന്ന് എടുക്കുക. 5 വിരലുകളിലൂടെ 5 വാക്കുകൾ നമുക്ക് പഠിക്കാം. ഒന്ന്, ഒരു ഉത്തമ ക്രിസ്തു പൈതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, വാച്ച് അവർ വേർഡ്സ്. നമ്മുടെ വാക്കുകൾ ദൈവത്തിന് ഹിതകരമാണോ എന്ന് ശ്രദ്ധിക്കണം. എല്ലാവരും ഈ തള്ളവിരലിൽ കൈപിടിച്ച് ഓർക്കുക, എൻ്റെ വാക്കുകൾ ദൈവത്തിന് ഹിതകരമായി ഉപയോഗിക്കുന്നതിന് ദൈവമേ എന്നെ സഹായിക്കണമേ. എല്ലാ പ്രഭാതത്തിലും നിങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുൻപ് മനസ്സിൽ ഒരു നിമിഷം ചിന്തിക്കുക, കർത്താവേ എൻ്റെ വാക്കുകൾ അവിടുന്ന് ക്രമീകരിച്ച് തരണമേ, അവിടുത്തേക്ക് ഹിതകരമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുക. രണ്ടാമത്, നമ്മുടെ ആക്ഷൻസ്. ഞാനിവിടെ ഇരുന്ന കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുകയായിരുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. കയ്യിൽ ഒന്നുകിൽ ഒരു വടിയുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാൻ ലഭിച്ചതായ ഒരു കൂടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രോയുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ രണ്ടാമത്തെ പാഠം നമുക്കത് വെച്ച് തന്നെ പഠിക്കാം. വാച്ച് അവർ ആക്ഷൻസ്. നമ്മുടെ എല്ലാ പ്രവൃത്തികളും എല്ലാ ക്രിയകളും ദൈവത്തിന് ഹിതകരമായിരിക്കണം. കൂട്ടുകാരോട് ഇടപെടുമ്പോഴാണെങ്കിലും മറ്റുള്ളവരോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഇടപെടുന്നതായ സമയത്തും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ചും കൂടുതൽ മുൻപോട്ട് വളർന്ന് ഏതാണ്ട് ടീനേജിലൊക്കെ വരുന്ന ആളുകൾ, കുഞ്ഞുങ്ങൾ, കൗമാരത്തിലേക്കൊക്കെ എത്തിയ കുട്ടികൾ പ്രത്യേകം ഓർക്കുക, നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം ദൈവഹിതത്തിന് അനുയോജ്യമായി തീരണം.
മൂന്നാമതായിട്ട് അപ്പൊ ഒന്ന് വാച്ച് അവർ വേർഡ്സ്, രണ്ട് വാച്ച് അവർ ആക്ഷൻസ്, മൂന്നാമതായിട്ട് ടി തോട്ട്. നമ്മുടെ ചിന്തകൾ, നമുക്കും ദൈവത്തിനും മാത്രം അറിയാവുന്ന സ്വകാര്യ സമ്പത്താണ് നമ്മുടെ ചിന്തകൾ. പറഞ്ഞു പോകുന്നത് വാക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരാണ് അത് ഉപയോഗിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികൾ നാം ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കാണ് അത് ഫലപ്രദമോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമോ ആയി തീരുന്നത്. എന്നാൽ നമ്മുടെ ചിന്തകളാകട്ടെ നമുക്കും ദൈവത്തിനും ഇടയിൽ മാത്രം നിൽക്കുന്നതാണ്. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മളുടെ ഓരോരുത്തരുടെയും ചിന്തകൾ ദൈവത്തിന് പ്രീതികരമായി തീരുന്നതിന് ശ്രദ്ധിക്കുക. വാച്ച് അവർ തോട്ട്സ്. നാലാമത് ഏജ്, വാച്ച് അവർ ഹാബിറ്റ്സ്. ഓരോ കുട്ടികളും ഇപ്പൊ നിലത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. ഓരോരുത്തരും ഇരിക്കുന്നത് പ്രത്യേക രീതിയിലാണ്. ഓരോരുത്തരും വിരലുകൾ വെച്ചിരിക്കുന്നത് പ്രത്യേക രീതിയിലാണ്. ഓരോരുത്തരും മുഖം വെച്ചിരിക്കുന്നത് പ്രത്യേക രീതിയിലാണ്. ശീലങ്ങൾ നിരവധി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. വാച്ച് അവർ ഹാബിറ്റ്സ്. നമ്മുടെ ശീലങ്ങൾ ദൈവഹിതത്തിനുള്ളതാണോ ദൈവഹിതത്തിലാണോ എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനം സി വാച്ച് അവർ ക്യാരക്ടർ. നമ്മുടെ സ്വന്തം ഭാവമായ സ്വഭാവം ദൈവത്തിന് ഹിതകരമാണോ എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചാൽ ജീവിതത്തിൽ വലിയ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാതെ, തെറ്റുകൾ ഉണ്ടായാൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അനുതാപത്തോടുകൂടി വിശുദ്ധ കുംഭസാര അനുഭവത്തിൽ, വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ ദൈവസന്നിധിയിൽ കൂടുതൽ വിശുദ്ധിയുള്ളവരായി തീരുന്നതിന് നമുക്ക് സാധിക്കും. 5 വാക്കുകൾ ഈ കൺവെൻഷനിൽ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഒന്ന്, എൻ്റെ വേർഡ്സ്, എൻ്റെ വാക്കുകൾ ദൈവത്തിന് പ്രീതികരമായിരിക്കണം. 2, എൻ്റെ ആക്ഷൻസ്, എൻ്റെ പ്രവൃത്തികൾ ദൈവത്തിന് ഹിതകരവും സന്തോഷകരവുമായിരിക്കണം. 3, ഞാനും ദൈവവും മാത്രം അറിയുന്ന എൻ്റെ ചിന്തകളും ദൈവത്തിന് ഹിതകരമായിരിക്കണം. 4, എൻ്റെ സ്വഭാവം മറ്റാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാവരുത്, അത് ദൈവത്തിന് ഹിതകരമായിരിക്കണം. 5, എൻ്റെ ശീലങ്ങൾ ദൈവത്തിന് ഹിതകരമായിരിക്കണം. വാച്ച് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ കയ്യിൽ കെട്ടുന്നതായ സമയത്ത് ഈ 5 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും എൻ്റെ ചിന്തകളും എൻ്റെ സ്വഭാവവും എൻ്റെ ശീലവും അവിടുത്തെ കൃപയാൽ പരിശുദ്ധാത്മ നിറവിലുള്ളതായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമതൊരു കൊച്ചുവാക്യം, സദൃശ്യവാക്യം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഇന്ന് പലരും പറയുന്നത് വഴി തെറ്റിപ്പോകുന്ന അനേകം പേർ, കുഞ്ഞുങ്ങളൊക്കെയും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് പലതരത്തിലുള്ളതായ ഹീന സ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാ വഴികളും ദൈവത്തിന് അധീനമാക്കിക്കൊണ്ട് മുൻപോട്ട് പോയാൽ നമ്മുടെ പാതകളെ നിയന്ത്രിക്കുന്നവനായി ദൈവം കൂടെ ഉണ്ടായിരിക്കും. തിരക്കേറിയ റോഡ് നമ്മൾ ക്രോസ് ചെയ്ത് പോവുകയാണെന്ന് വിചാരിച്ചു കൊള്ളുക. ഈ സമയത്ത് അമ്മയുടെയോ പിതാവിൻ്റെയോ കൈവിരൽ തുമ്പിൽ പിടിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നമുക്കൊരു പേടിയില്ല. കാരണം ഞാൻ എൻ്റെ പിതാവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് റോഡ് ക്രോസ് ചെയ്യുന്നത്, എൻ്റെ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് റോഡ് ക്രോസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ സുരക്ഷിതയായിരിക്കും എന്ന ഒരു വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ട്. എന്നാൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് നമ്മെ കരുതുന്നവനും നമ്മുടെ ഉടമസ്ഥനുമായ കർത്താവിനോട് ചേർന്ന് കുഞ്ഞു പ്രായം മുതൽ തന്നെ നമ്മൾ നടക്കുകയാണെങ്കിൽ നിന്റെ പാതകളെ അവൻ നേരെയാക്കും. പോകേണ്ടുന്ന വഴി അവൻ കാണിച്ചു തരും, നടക്കേണ്ടുന്ന വഴി അവൻ കൊണ്ടുപോകും, പറയേണ്ട വാക്കുകളെ അവൻ ക്രമീകരിച്ചു തരും. അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മാതൃകയുള്ള ജീവിതം നമുക്ക് ഉണ്ടാകുന്നത്. തിമോഥെയോസിനുള്ള ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട്, നമ്മൾ മാതൃകയുള്ളവരായി തീരണം. അവിടെയും 5 കാര്യങ്ങളാണ് പറയുന്നത്. കൈവിരലിലെടുത്ത് പഠിക്കാവുന്ന 5 കാര്യങ്ങൾ: വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും മാതൃകയുള്ളവരായി തീരുക. അതിനു മുൻപും അതിൻ്റെ ഇടയ്ക്കും വാക്കുകളുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളോട് ഞാൻ അത്രയും മാത്രം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും, പ്രധാനപ്പെട്ട വാക്കാണ്, സ്നേഹത്തിലും വാക്കിലും
നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലത. നിർമ്മലത എന്ന് പറഞ്ഞാൽ വിശുദ്ധി, പവിത്രത, വെണ്മ, വൃത്തി. ജീവിതത്തിൽ എപ്പോഴും വിശുദ്ധി ഉള്ളവരായി തീരുന്നതിന് ശ്രദ്ധിക്കുക, ശ്രമിക്കുക. ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറുടെ കഥ കൂടെ പറയട്ടെ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ചും ആൺകുട്ടികൾക്ക് വളരെ ഇഷ്ടമാണല്ലോ വാഹനങ്ങളൊക്കെ. വളരെ സമർത്ഥനായ ഒരു യുവ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ, അദ്ദേഹം പുതിയ വാഹനങ്ങളൊക്കെ വരുമ്പോൾ വാങ്ങിക്കുകയും അത് ദൂരസ്ഥലത്തേക്ക് അതിവേഗത്തിൽ ഓടിച്ചു പോവുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. വളരെ പുതിയ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ഒരു പുതിയ വണ്ടി അദ്ദേഹം മേടിച്ച് അതൊരു മരുഭൂമിയിലൂടെ ദീർഘദൂരം അദ്ദേഹം ഓടിച്ചു. ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്നപ്പോൾ ആ വണ്ടി നിന്നുപോയി. മുൻപോട്ടും പോകുന്നില്ല, പുറകോട്ടും അത് സ്റ്റാർട്ടാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായി. മരുഭൂമി ആയതുകൊണ്ട് അവിടെ ആരും, അധികം വിജന പ്രദേശമാണ്, ആരും അതിലെ യാത്ര ചെയ്തു വരുന്നില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ചു വെള്ളമുണ്ടായിരുന്നു. കുറെ മണിക്കൂറുകൾ കഴിഞ്ഞു, ആ വെള്ളമൊക്കെ തീർന്നുപോയി. അതിലെ ഒരു വണ്ടി കടന്നുപോയി, പക്ഷെ ആ വണ്ടിക്ക് കൈ കാണിച്ചെങ്കിലും അത് നിർത്തിയില്ല. മണിക്കൂറുകൾ കഴിഞ്ഞു, AC ഒന്നും വർക്ക് ചെയ്യത്തില്ല, കാരണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം പുറത്ത് ആ ചൂടത്തിറങ്ങി കിടന്നു. ഇവിടെ കിടന്ന് താൻ മരിച്ചു പോകുമെന്ന് വിചാരിച്ചു. ഏതാണ്ട് ഒരു പകുതി മയക്കത്തിലായി. ചൂട് വല്ലാത്ത കഠിനമായ അവസ്ഥയിലായിരുന്നു. ഈ സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് ഒരു വണ്ടി വന്ന് നിന്നു. ഇദ്ദേഹത്തിന്റെ അടുത്ത് ആ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ ഇറങ്ങി വന്ന് ചോദിച്ചു, എന്താണ് പ്രശ്നം? ഞാൻ എന്തെങ്കിലും സഹായിക്കണോ? പെട്ടെന്ന് ഈ മനുഷ്യൻ പറയുകയാണ്, നിരാശ കൊണ്ട് പറയുകയാണ്, ഞാനൊരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണ്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എന്റെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്കും സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പെട്ടെന്ന് ഈ വന്ന മനുഷ്യൻ പറഞ്ഞു, ബോണറ്റ് ഒന്ന് ഉയർത്തിക്കേ, ഞാനൊന്ന് നോക്കാം, എന്നെ കൊണ്ടാവുമോ എന്ന് ശ്രദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇദ്ദേഹം എന്തൊക്കെയോ ചെയ്തു. ഈ വണ്ടിയുടെ ഉടമസ്ഥനോട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. പെട്ടെന്ന് ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, അങ്ങ് ദൈവമാണോ? ആർ യു ഗോഡ്? ഞാൻ എത്ര ശ്രമിച്ചിട്ടും സാധിക്കാത്ത ഈ കാര്യം എനിക്ക് വേണ്ടി ചെയ്തു തന്ന അങ്ങ് ദൈവമാണോ? അദ്ദേഹം പറയുകയാണ്, ഐ എം നോട്ട് ഗോഡ്, ഐ എം ദ മാൻ ഹു ഹാസ് ഡിസൈൻഡ് ദിസ് വെഹിക്കിൾ. ഞാൻ ദൈവമല്ല, പക്ഷെ ഈ പ്രത്യേക വണ്ടി ഡിസൈൻ ചെയ്ത മനുഷ്യൻ ഞാനാണ്. അതുകൊണ്ട് ഇതിന്റെ ചെറിയ പ്രശ്നങ്ങളും എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും ഒരു വലിയ ഡിസൈനർ ഉണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഓരോരുത്തരെയും അറിയുന്നവൻ, നിന്റെ നടപ്പും കിടപ്പും എല്ലാം ശോധന ചെയ്യുന്നവനായ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട്, അവൻ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട്, കുഞ്ഞുങ്ങളോട് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയുകയാണ്, യേശു നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട്, അവൻ നമ്മുടെ സങ്കേതവും ബലവുമായി കൂടെ ഉള്ളതുകൊണ്ട്, യേശുവിനോട് ചേർന്ന് യൗവനത്തിലും കൗമാരത്തിലും ബാല്യത്തിലും ജീവിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൃപ നമ്മോടൊപ്പം എപ്പോഴും വർഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിന് നിങ്ങൾ 4 കാര്യമുള്ളവരായിരിക്കണം. ദൈവകൃപ ഉണ്ടാകും തോറും 4 കാര്യങ്ങൾ നമ്മളിൽ വളർന്നുകൊണ്ടിരിക്കും. 1, വിശുദ്ധി വർദ്ധിച്ചുകൊണ്ടിരിക്കും. സ്വയം ചോദിക്കുക, നാം ഓരോരുത്തരും വിശുദ്ധരാണോ? വിശുദ്ധി വർദ്ധിച്ചുകൊണ്ടിരിക്കും. ദൈവകൃപ നമ്മോട് കൂടെ വ്യാപരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വിനയം കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. വിനയം എന്ന ഒരു വാക്കൊന്ന് ശ്രദ്ധിക്കുക. വിനയത്തിലെ യം ഒന്ന് എടുത്തു കളഞ്ഞേ. വിനയായി പോകും നമ്മുടെയൊക്കെ ജീവിതം. വിനയായി പോയി സമൂഹത്തിന് പ്രശ്നമായി തീരുന്ന അനേകം പേർ നമ്മുടെ ഇടയിലുണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വിനകളാകരുത്, വിനയമുള്ളവരായി തീരുക. 3, ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ ഏത് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നമ്മൾ സന്തോഷമുള്ളവരായിരിക്കും. കർത്താവിന്റെ അമ്മയെ ഉദാഹരണമായിട്ടെടുക്കുക, കർത്താവിന്റെ സ്ലീഹന്മാരെ ഉദാഹരണമായിട്ടെടുക്കുക, സഹദേന്മാരെ, പരിശുദ്ധന്മാരെ ഒക്കെയും ഉദാഹരണമായിട്ടെടുക്കുക. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ളപ്പോഴും സന്തോഷമുള്ളവരായി ജീവിക്കുവാൻ സാധിച്ചു. അപ്പൊ 1, വിശുദ്ധിയുള്ളവരായിരിക്കും. 2, വിനയമുള്ളവരായിരിക്കും. 3, സന്തോഷമുള്ളവരായിരിക്കും. ഈ 3 കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ കരുണയുള്ളവരായി മറ്റുള്ളവരെ സഹായിക്കുന്നവരായി തീരും. ഞാൻ 4 വാക്കുകൾ മുതിർന്ന കുഞ്ഞുങ്ങള് പഠിക്കാനായിട്ട് പഠിപ്പിക്കാം. ബി ഹോളി, ബി ഹംബിൾ, ബി ഹാപ്പി, ബി ഹെൽപ്പിംഗ്, ബി ഹെൽപ്ഫുൾ. മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നവരായി നിങ്ങൾ പഠിക്കണം. നല്ല സ്വഭാവത്തോടെ വളരണം, സത്യവിശ്വാസത്തിൽ വളരണം,
നല്ല ജോലിയൊക്കെ നേടി നിങ്ങൾക്ക് ദൈവം തരുന്ന എല്ലാ സമയം, പണം, അറിവ്, ഇതിന്റെ എല്ലാം ദശാംശം, ഇതിന്റെ നല്ലൊരു പങ്ക് മറ്റുള്ളവർക്ക് കൂടെ പങ്കുവെക്കുവാനായിട്ട് സാധിക്കണം. അതിനടിസ്ഥാനമായിട്ട് ഈ കല്ലൂപ്പാറ കൺവെൻഷനിലെ റാലിയിൽ സംബന്ധിച്ചതിന്റെ ഓർമ്മകൾ മനസ്സിൽ നിൽക്കുകയും ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവരായി ദൈവം തിരിച്ചു വിളിക്കുന്നതുവരെയും നന്മകൾ ചെയ്യുന്നവരായി തീരുന്നതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കണം. ഇനിയും പ്രശ്നങ്ങൾ, പ്രലോഭനങ്ങൾ നിങ്ങളെ ഒത്തിരിയേറെ ആകർഷിക്കുന്ന ഒരു പ്രായവുമാണ് ബാല്യവും കൗമാരവും യൗവനാരംഭവും. ഈ സമയത്ത് നിങ്ങളെ ചെറുപ്രായത്തിൽ നിങ്ങളുടെ അമ്മ പറഞ്ഞു തന്ന ഒരു ചെറിയ കഥ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. അത് ബൈബിളിലെ കഥയല്ല, മറിച്ച് നമ്മളൊക്കെയും ചെറുപ്രായം മുതൽ കേട്ടിട്ടുള്ള ആമയുടെയും മുയലിന്റെയും കഥ. നല്ലൊരു കഥയാണ്. ആമയും മുയലും ഒരു ഓട്ട മത്സരത്തിന് നിന്നു. ജീവിതം എന്ന ഓട്ടത്തില് ഓടാൻ നിന്നു. ആമയും മുയലും. ഇന്ന് പല കുഞ്ഞുങ്ങളും ചെറുപ്രായത്തിൽ തന്നെ, എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരു UKG പഠിക്കുന്ന കുട്ടി എന്നോട് പറഞ്ഞതാണ്, ടീച്ചറെ എനിക്ക് വല്ലാത്ത ടെൻഷനാണ്. ഞാൻ പറഞ്ഞു, മോനെ ടെൻഷൻ അല്ല, ടെൻഷൻ. വാക്കുപോലും അറിയത്തില്ല, പക്ഷെ ഇന്നൊരു ഫാഷനാണ് എല്ലാവർക്കും ടെൻഷനാണെന്ന് പറയുന്നത്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഒരു ടെൻഷൻ, ഒരു സ്ട്രെസ്സും നമുക്കില്ല. എല്ലാം ദൈവം നിർവഹിച്ചു കൊള്ളും, നടത്തിക്കൊള്ളും എന്നുള്ള ഒരു വിശ്വാസം. ആമയും മുയലും ഓടാൻ നിന്നു. ആമയ്ക്കൊരു കോംപ്ലക്സ് ഉണ്ടാവേണ്ടതാണ്. ജയിക്കുമോ? ഞാൻ മുയലിനോടാണ് മത്സരിക്കേണ്ടത്. ഒരു കോംപ്ലക്സും ഇല്ല. ഓട്ട മത്സരത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നാം ചെയ്യേണ്ടത് എന്താണ്? ശ്രദ്ധാപൂർവം ഓടുക. ഈ ലോക ജീവിതത്തിന് ദൈവം നമ്മെ ഈ ഭൂമിയിൽ ജനിപ്പിച്ച് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ഭംഗിയായിട്ട് ഈ ജീവിതം ഒരു ട്രാക്ക് തെറ്റാതെ ഓടുവാനായിട്ട് ശ്രദ്ധിക്കുക. ട്രാക്ക് തെറ്റിപ്പോയാൽ സംഗതി പ്രശ്നസങ്കീർണമായി പോകും. ട്രാക്ക് തെറ്റാതെ ആമ ഓടിയതുപോലെ ഓടുക. ഒന്ന്, ആമയ്ക്ക് വളരെ ശ്രദ്ധയോടുകൂടി ആമ ഓടി. ജീവിതത്തിൽ ശ്രദ്ധ ഉണ്ടായിരിക്കണം. സംസ്കൃതത്തിൽ ഒരു ചെറിയ ശ്ലോകമുണ്ട്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ള ഒരാൾക്ക് മാത്രമേ പരിജ്ഞാനം ലഭിക്കുകയുള്ളൂ. രണ്ടാമത്, ആമ വളരെ ചിട്ടയോടും ക്രമത്തോടും കൂടി ഓടി. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ജീവിതം ഏറ്റവും ചിട്ടയുള്ളതും അടുക്കുള്ളതുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവൻ സകലവും നന്നായി ചെയ്തു എന്ന് നാം പഠിക്കുന്നുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന്. ആ നന്നായിട്ട് ചെയ്യുവാൻ, സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുവാൻ, ചിട്ടയായിട്ട് ചെയ്യുവാൻ ആ കൊച്ചു ജീവി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട്, ആ ആമയ്ക്ക് ഒരു പുറം തോടുണ്ട്. നമ്മൾ ആരെങ്കിലും അതിന്റെ പുറത്തേക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ മുഖം ആ പുറന്തോടിനകത്ത് അത് വലിച്ച് സൂക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, വളർച്ചയുടെ ഘട്ടത്തിൽ എത്രമാത്രം നന്മയിലൂടെ നിങ്ങൾ വളർന്നാലും ഇന്ന് ലോകത്തിൽ അനവധി പ്രലോഭനങ്ങൾ നിങ്ങളെ മാടി വിളിക്കും. ആമ അതിന്റെ തോടിനകത്ത് തന്റെ മുഖം സൂക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ സൺഡേ സ്കൂളിൽ നിന്ന്, നിങ്ങളുടെ ഗുരുക്കന്മാരിൽ നിന്ന്, പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന്, പള്ളി ആരാധനയിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് ഒക്കെ ലഭിച്ച നന്മയുടെ അറിവുകളാകുന്ന തോടിനകത്ത് പ്രലോഭനങ്ങളിൽ കാത്തു സൂക്ഷിക്കുവാൻ ദൈവത്തിന്റെ കൃപ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണം. മുയലിന് പറ്റിപ്പോയതുപോലെ ഓവർ കോൺഫിഡൻസോടുകൂടി എവിടെയെങ്കിലും അലസമായിട്ട് കിടന്ന് ഉറങ്ങിപ്പോയാൽ നമ്മുടെ ജീവിതത്തിന്റെ താളം മുഴുവൻ തെറ്റിപ്പോകും. അത് തെറ്റാതെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ദൈവം തന്ന നല്ല ആയുസ്, നല്ല ആരോഗ്യം, നല്ല അറിവുകൾ തിരുനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുന്നതിന് ദൈവം എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് കുഞ്ഞുങ്ങളെ ഓർമ്മിപ്പിക്കാൻ. വാച്ച് കെട്ടുമ്പോൾ ഓർക്കുക, വാച്ച് അവർ വേർഡ്സ്, വാച്ച് അവർ ആക്ഷൻസ്, വാച്ച് അവർ തോട്ട്സ്, വാച്ച് അവർ ക്യാരക്ടർ ആൻഡ് വാച്ച് അവർ ഹാബിറ്റ്സ്. 4 കാര്യങ്ങൾ ദൈവത്തോട് ചേർന്ന് നടക്കണമെങ്കിൽ കൂടുതൽ കൂടുതൽ വിശുദ്ധിയുള്ളവരായി തീരുക, കൂടുതൽ കൂടുതൽ വിനയമുള്ളവരായി തീരുക. മനുഷ്യന് മാത്രമേ ഉള്ളൂ ഇത്ര അഹങ്കാരം. നമ്മൾ ഇവിടെയൊക്കെ നോക്കിക്കേ, എല്ലാ വൃക്ഷങ്ങളും സൂര്യപ്രകാശം അനിവാര്യമാണ് ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി. പക്ഷെ അതിന്റെ അഗ്രഭാഗം എപ്പോഴും കുനിഞ്ഞ് സൃഷ്ടാവിന്റെ മുൻപിൽ സൃഷ്ടി തല കുനിച്ചാണ് നിൽക്കുന്നത്. കുഞ്ഞുങ്ങളെ, ജീവിതത്തിൽ വളരും തോറും കൂടുതൽ ഈശ്വര സവിധത്തിൽ ദൈവസന്നിധിയിൽ വിനയമുള്ളവരായി തീരുക. പെൺമക്കളോട് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുവാൻ, നമുക്ക് ഒരു റോൾ മോഡലേ ഉള്ളൂ,
അത് കർത്താവിൻ്റെ അമ്മയാണ്. കർത്താവിൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും വിനയവും, കർത്താവിൻ്റെ അമ്മയുടെ ഉചിതമായ സമയത്തുള്ള പ്രതികരണ മനോഭാവവും, കർത്താവിൻ്റെ അമ്മയുടെ കരുണാർദ്രമായ മനസ്സും എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. മറ്റൊരു റോൾ മോഡലിനെയും ഇന്നത്തെ മീഡിയയുടെ അതിപ്രസരത്തിൽ പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് ധാരാളം മോഡൽസിനെ സ്വീകരിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. കുഞ്ഞുങ്ങളെ വളർന്നു വരുമ്പോൾ കർത്താവിൻ്റെ അമ്മയായിരിക്കട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും റോൾ മോഡൽ. ഈ നല്ല കൺവെൻഷനിൽ സംബന്ധിക്കുവാൻ ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മുൻപോട്ട് പോകുക. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. വലിയ ഗ്ലാസ് കഷ്ണങ്ങൾ കൊണ്ടുവന്ന് ഇറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ പുറത്തുള്ള പ്ലൈവുഡിൽ എഴുതി വെച്ചിരിക്കും ഹാൻഡിൽ വിത്ത് കെയർ. ഒരു ഗ്ലാസ് കഷ്ണം താഴെ വീണ് കഴിഞ്ഞാൽ എത്ര നല്ല പശയുണ്ടെങ്കിലും അത് ഒട്ടിച്ചു കഴിയുമ്പോൾ അതിന്റെ മുറിപ്പാടുകളിൽ പല വിധത്തിലുള്ള അടയാളങ്ങൾ ഉണ്ടാകും. തനിമ നഷ്ടപ്പെട്ടു പോകാതെ നമ്മളുടെ ജീവിതത്തെ മനോഹരമായി സൂക്ഷിക്കുന്നതിന് ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. കുഞ്ഞുങ്ങളെല്ലാ കളികളും കളിക്കാൻ ഇഷ്ടമുള്ളവരാണ്. നിങ്ങൾ എല്ലാ കളികളും കളിച്ചുകൊള്ളുക. പക്ഷെ ഒരു കളി മാത്രം കളിക്കരുത്. നെവർ പ്ലേ വിത്ത് സിൻ. പാപം എന്ന കളിയുമായിട്ട് കളിക്കാൻ പോയാൽ രക്ഷപ്പെടുവാൻ വളരെ പ്രയാസമാണ്. ഇന്നത്തെ ലോകം അങ്ങനെയുള്ളതാണ്. ആകർഷിച്ചു കൊണ്ടുപോകുന്ന ഒരു ലോകം. ഈ ആകർഷിച്ചു കൊണ്ടുപോകുന്ന ഒരു ലോകത്തിൽ സത്യവിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട്, കർത്താവിന്റെ വചനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട്, സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചുകൊണ്ട്, ആരാധനയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കണം. ശ്രേഷ്ഠമായ നൊയമ്പിന്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നൊയമ്പ് അനുതാപത്തിൻ്റെതാണ്, അനുരഞ്ജനത്തിൻ്റെതാണ്, മനോവിനയത്തിൻ്റെതാണ്, മനസ്സ് പുതുക്കത്തിൻ്റെതാണ്, രൂപാന്തരീകരണത്തിൻ്റെതാണ്. ഒരു രൂപാന്തരീകരണത്തിന്റെ അവസ്ഥ നൊയമ്പിലൂടെ ഉണ്ടാകുന്നതിന് ശ്രദ്ധിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഓർത്തഡോക്സ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വിലപ്പെട്ട കൂദാശയാണ് വിശുദ്ധ കുർബാന. കൂദാശകളുടെ കൂദാശയായ വിശുദ്ധ കുർബാനയിൽ ആദിയോടന്തം സംബന്ധിച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് ചെറുപ്പം മുതൽ തന്നെ പഠിക്കുക. രണ്ടാമത്, അനുതാപമുള്ള മനസ്സ് ചെറുപ്പം മുതൽ തന്നെ ഉണ്ടായിരിക്കണം. എൻ്റെ കർത്താവ് കാണുന്നു, എൻ്റെ കർത്താവ് കേൾക്കുന്നു, എൻ്റെ കർത്താവ് എന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എൻ്റെ കർത്താവിനെ മറച്ചു വെച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് അനുതാപമുള്ള ഹൃദയത്തിലേക്ക് വഴി നയിക്കണം. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് വിശുദ്ധ വേദപുസ്തക പഠനം അനിവാര്യമാണ്. നാലാമതായിട്ട് നൊയമ്പും നമസ്കാരവും. അഞ്ചാമതായിട്ട് ഉപവസിക്കണം, കർത്താവിനോട് കൂടെ വസിക്കണം. ആറാമതായിട്ട് കുമ്പിട്ട് പ്രാർത്ഥിക്കണം. നഷ്ടപ്പെട്ടു പോകുന്ന ചിലത് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നേ മതിയാകിയുള്ളൂ. ആർഭാടങ്ങളും ആഘോഷങ്ങളും അല്ല നമുക്ക് വേണ്ടത്. കണ്ണുനീരിന്റെ പിതാക്കന്മാര് പഠിപ്പിച്ച കണ്ണുനീരിന്റെ പ്രാർത്ഥന, കുമ്പിട്ടുള്ള നമസ്കാരവും നോമ്പും പ്രാർത്ഥനയും അനുതാപത്തോടുകൂടിയുള്ള ഉപവാസവും തിരിച്ച് നമുക്ക് കൈവശമാക്കുന്നതിന് ഈ കല്ലൂപ്പാറ കൺവെൻഷന്റെ 70-ാം വർഷം അനുഗ്രഹദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.